بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب إليه. الصلاة والسلام على من لا نبي بعده وسيد الأولين والآخرين وخاتم الأنبياء والمرسلين، الذي أدى الأمانة ونصح الأمة وبلغ الرسالة وجاهد في الله حق جهاده، وعلى آله وأصحابه الطاهرين وأمهات المؤمنين رضي الله عنهم أجمعين. ആദരണീയനായ അധ്യക്ഷൻ, പ്രിയങ്കരായ അധ്യാപകരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദീനി പ്രബോധന രംഗത്ത് നമുക്ക് ഉണ്ടാവേണ്ട ചില ധാരണകൾ, അതിനാവശ്യമായ സജ്ജീകരണങ്ങൾ അതുപോലെ ഇൽമ്, ജ്ഞാനം, ഇതൊക്കെ നേടിയെടുക്കാനാണ് നമ്മൾ ഇത്തരം സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സമുദായം അതിജീവിക്കണമെങ്കിൽ 3-4 ഗുണഗണങ്ങളിൽ അവർക്ക് ആവശ്യമുണ്ട്. ഉമ്മത്ത് അതിജീവിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നാമത്തത്, ഇവർക്ക് വ്യക്തമായ ആസൂത്രണം വേണം, പ്ലാനിങ് ഉണ്ടായിരിക്കണം. ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ്, എന്തിനാണ് ചെയ്യുന്നത്, അതിൻ്റെ എൻഡ് റിസൾട്ട് എന്താണ്, അതിലൂടെ നേടിയെടുക്കേണ്ട ഗുണഗണങ്ങൾ എന്താണ്, ഇത് വ്യക്തമായ ധാരണയില്ലാതെ ഒരു പ്രവൃത്തിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. നമുക്ക് വേറെ ആരും അതിന് മാതൃകയല്ല, റസൂൽ തന്നെയാണ് മാതൃക. അപ്പൊ നമുക്ക്, ഞാൻ അത് വിശദീകരിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന്റെ ഏറ്റവും വലിയൊരു സോഴ്സ് ഹിജ്റത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ തന്നെയാണ്. ഹിജ്റ പോകാൻ ഏകദേശം നബിക്ക് വളരെ മുമ്പേ നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. തൻ്റെ അനുയായികൾ ഓരോരുത്തരായി ഹിജ്റ പറഞ്ഞയച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയ മാസം റബീഉൽ അവ്വലാണെന്നാണ് ചരിത്രത്തിലെ ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത്, മുഹറമത്തിലല്ല. അപ്പൊ ഹിജ്റ പോകുന്നതിന് മുമ്പ് നബി എന്തൊക്കെ ഒരുക്കങ്ങൾ ഒരുങ്ങി? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വംശഹത്യക്ക് വിധേയമായ 2 സമുദായങ്ങളാണുള്ളത്. ഒന്ന് സിഖ് കമ്മ്യൂണിറ്റിയും മറ്റൊന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയും. സിഖ് വിരുദ്ധ കലാപങ്ങൾ ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട്, വർദ്ധിച്ച തോതിലുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്ന് സിഖുകാരുടെ അവസ്ഥ എവിടെയാണ്? മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ എന്താണ്? അതിന് ധാരാളം കാരണങ്ങളുണ്ട്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിശീർഷ വരുമാനം തരുന്ന സംസ്ഥാനം പഞ്ചാബാണ്. ഏത് ഉദ്യോഗ തലങ്ങൾ എടുത്താലും സിഖ് ജനതയുടെ പ്രാതിനിധ്യം അവരുടെ കമ്മ്യൂണിറ്റിയുടെ ഇരട്ടിയാണ്. പട്ടാളമായാലും പോലീസായാലും സിവിൽ സർവീസ് ആയാലും
ഏത് മേഖലയാണ്? എങ്ങനെയാണ് അവർ അതിജയിച്ചത്? കാനഡയിലെ പ്രധാനമന്ത്രി ഇലക്ഷൻ നടക്കുമ്പോൾ ഒരു കാൻഡിഡേറ്റ് പഞ്ചാബിയായ സിഖുകാരനാണ്, കാനഡയിലെ പ്രധാനമന്ത്രി. ഇത് 10-30 കൊല്ലം കൊണ്ട് ഏറ്റവും പവർഫുള്ളായ ഈ രാജ്യത്തെ കമ്മ്യൂണിറ്റിയായി സിഖുകാർ വന്നു. മുസ്ലിം സമൂഹം എങ്ങനെയായി എന്ന് നമ്മൾ പരിശോധിക്കേണ്ട. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട്. ഈ റിപ്പോർട്ട് എടുത്ത് പരിശോധിച്ചാൽ ദളിത് സമൂഹത്തെക്കാൾ ഏറ്റവും മതസ്ഥിതരായ ജനവിഭാഗമാണ് മുസ്ലിങ്ങൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു റോഡ് ടാറിങ് അവസാനിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം മുസ്ലിം ഗ്രാമം തുടങ്ങി എന്നാണ് സച്ചാർ പറയുന്നത്. വൈദ്യുതിയുടെ കമ്പി അവസാനിച്ചാൽ പിന്നീടുള്ള ഗ്രാമങ്ങളൊക്കെ മുസ്ലിം ഗ്രാമങ്ങളായിരിക്കും. ഈ രാജ്യത്ത് 57 കോടി ജനങ്ങൾ 20 രൂപക്ക് താഴെ വരുമാനമുള്ളവരാണ്. 57 കോടി ജനങ്ങൾ. 57 കോടി എന്ന് പറഞ്ഞാൽ 26 ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ജനസംഖ്യയേക്കാൾ അധികമാണ്. 20 രൂപയാണ് ഒരു ദിവസത്തെ ശരാശരി. ഇത് സർക്കാരിന്റെ കണക്കാണ്. ഇതിലും ഭീകരായിരിക്കും ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ 57 കോടി ജനങ്ങൾ ദരിദ്രരായ ആ ദരിദ്രരിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളായ ഒരു അവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ട്. അതിൽ മുസ്ലിം ഉമ്മത്തിനൊന്ന് ആസൂത്രണമില്ല എന്ന് തന്നെ. ഒന്നതിന് പറ്റിയ നേതാക്കന്മാരില്ല, രണ്ട് ആ അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുപോകാനുള്ള വിഷൻ സെറ്റ് ചെയ്യാൻ ഉമ്മത്തിന് സാധിച്ചിട്ടില്ല. ഇപ്പോ മുഹമ്മദ് ഹമീദുള്ള എന്ന് പറയുന്ന ലോകത്തെ പ്രശസ്തനായ ചരിത്രകാരനാണ്. 22 ഭാഷ അദ്ദേഹത്തിന് അറിയാം. ഹൈദരാബാദിയാണ് അദ്ദേഹം. അവസാനം വരെ ഹൈദരാബാദ് സിറ്റിസനായി മരിച്ച ആളാണ്. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അദ്ദേഹം പാരായണം ചെയ്തിരുന്ന മുസ്ഹഫ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ തലക്ക് വെട്ടേറ്റപ്പോൾ തല മുസ്ഹഫിലേക്ക് മുറിഞ്ഞു തൂങ്ങുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ രക്തം പുരണ്ട മുസ്ഹഫ് ലോകത്ത് ആദ്യമായി കണ്ടെടുത്തത് മുഹമ്മദ് ഹമീദുള്ളയാണ്. ഉസ്ബെക്കിസ്ഥാനിൽ തഷ്കന്റിലാണ് കണ്ടെടുത്തത്. അതിന്റെ കോപ്പി ഇസ്താംബൂളിലാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ പോക്കറ്റിലുള്ള മുസാഫ് ഈ മുസാഫ് എടുത്ത് ഓരോ പേജും മറിച്ചു നോക്കുകയാണ് അദ്ദേഹം. മറിച്ചു നോക്കിയിട്ട് പറയുന്നത്, എൻ്റെ കയ്യിലുള്ള മുസാഫും ഈ മുസാഫും തമ്മിലുള്ള വ്യത്യാസം ഒരു ഭാഗത്ത് ഞാൻ കണ്ടത് സൂറത്തുൽ ബഖറയിലെ 134 മുതൽ 137 വരെയുള്ള ആയത്തുകളിൽ രക്തത്തിന്റെ പാടുകളുണ്ട് എന്നതൊഴിച്ചാൽ വേറൊരു വ്യത്യാസമില്ല. ഇത് കണ്ടെടുത്ത ആളെ മുഹമ്മദ് ഹമീദുള്ള ലോകപ്രശസ്തനായ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ 22 ഭാഷകൾ അദ്ദേഹത്തിന് അറിയാം. മുഹമ്മദ് ഹമീദുള്ളയുടെ ഒരു പുസ്തകമുണ്ട്, ദ ബാറ്റിൽ ഫീൽഡ് ഓഫ് പ്രൊഫറ്റ് മുഹമ്മദ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുദ്ധക്കളങ്ങൾ എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്തത് അന്ന് വരെ അറബികൾക്ക് പരിചയമില്ലാത്ത ശൈലിയിലാണ്. അറബികൾ യുദ്ധം തുടങ്ങിയ ഒന്നായിട്ട് എരച്ചു കയറി വരികയാണ് ചെയ്യുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്തത് സേനാനായകൻ ഏറ്റവും സെൻട്രലിലാണ് നിൽക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ യുദ്ധത്തിലും മധ്യത്തിലായിരുന്നു. മുന്നിൽ പോയി നിൽക്കൂല, പിന്നിലും നിൽക്കൂല. അതുപോലെ ഫ്രണ്ടില് തൊട്ടടുത്ത ലെയറിൽ ഏറ്റവും 4-ാമത്തെ ലെയർ റിസർവ് ബറ്റാലിയൻ. ഇന്ന് എല്ലാ സൈനികരും അത് സ്വീകരിക്കുന്നുണ്ട്. ഇങ്ങനൊരു സൈനിക സജ്ജീകരണം ലോകത്തിന് പരിചയം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ പല യുദ്ധത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജയിച്ചത് ആളുകളുടെ എണ്ണം കൊണ്ടല്ലല്ലോ. ആളുകളുടെ എണ്ണം കൊണ്ടും അള്ളാഹുവിന്റെ സഹായം കൊണ്ടും അതേപോലെ ഈ ആളുകളുടെ തന്ത്രം കൊണ്ടും. മുഅത്ത യുദ്ധമൊക്കെ ജയിച്ചത് നമുക്കറിയാം, ഖാലിദ് ബിൻ വലീദിന്റെ ഒരു പ്രത്യേക തന്ത്രം കൊണ്ട് ജയിച്ചതാണ്. ആ തന്ത്രത്തിൽ ധാരാളം ആളുകൾ നിന്ന് റോമക്കാർക്ക് തോന്നി, റോമക്കാർ പേടിച്ചു പോയി. കാരണം എല്ലാ ആളുകളും, കുതിരയുള്ള ആളുകളൊക്കെ മണ്ണിൽ ഇങ്ങനെ പൊടി മാറ്റാൻ തുടങ്ങി. അതോട് ദൂരത്ത് നോക്കുന്ന ആളുകൾക്ക് ധാരാളം ആളുകളുണ്ട് തോന്നും. അങ്ങനെയാണ് ആ യുദ്ധം ജയിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകില്ല. പ്ലാനിങ് വളരെ പ്രധാനമാണ്. അത് നമുക്ക് കമ്മ്യൂണിറ്റിക്ക് വേണം, വ്യക്തിക്കും വേണം. ഓരോ വ്യക്തിക്കുണ്ട്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പ്ലാനിങ് ഉണ്ടാവും. നമ്മൾ ഈ സ്ഥാപനത്തിൽ പഠിച്ച് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി, ആ വിഷൻ നമുക്ക് വളരെ കൃത്യമാണ്. അതിൽ നിങ്ങൾക്ക് അവ്യക്തത ഉണ്ടാവില്ല. പക്ഷെ എങ്ങനെ അത് ചെയ്യണം, എങ്ങനെ അത് വർക്ക് ചെയ്യണം എന്ന പ്ലാനിങ് ഇല്ലെങ്കിൽ നമ്മൾ വിജയിക്കില്ല. പ്ലാനിങ് ഇല്ലാത്തൊരു ജനതയെ അല്ലാഹു സഹായിക്കില്ല. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും. അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ടുള്ളൂ. വൺ വേ പരിപാടി അല്ലാഹ്ക്കില്ല.
ഇല്ല എൻ്റെ ആളാണ് എന്ന് കണ്ടറിഞ്ഞ് അല്ല സഹായിക്കൂല. കാരണം ഖുർആൻ തന്നെ പറയുന്ന അള്ളാഹുവിനെ സഹായിച്ചാൽ അല്ല തിരിച്ചു സഹായിക്കും. അള്ളാഹിനോട് ചോദിച്ചാൽ അല്ല തരും. അള്ളാഹിനെ ഓർത്താൽ അല്ല ഓർക്കും. അള്ളാഹ്ക്ക് നന്ദി ചെയ്താൽ ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾക്ക് അധികം തരും. ഈ 4 കാര്യം അങ്ങോട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടുള്ള കാര്യം മാത്രം, വൺ വേ പരിപാടിയില്ല. അതിൽ ഏറ്റവും പ്രധാനം അള്ളാഹുവിനെ സഹായിക്കണമെങ്കിൽ നമുക്കൊരു ബേസിക് ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ കുറിച്ചൊരു വിഷൻ ഉണ്ടാവണം എന്നാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. ഹിജറക്ക് അനുമതി കിട്ടിയതിന് ശേഷം എൻ്റെ പിതാവും എൻ്റെ ഭർത്താവും പിന്നീട് കാണാതിരുന്നിട്ടില്ല സൂര്യൻ ഉദിച്ച എല്ലാ ദിവസങ്ങളിലും എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്. സൂര്യൻ ഏതൊക്കെ ദിവസം ഉദിച്ചിട്ടുണ്ടോ അന്നൊക്കെ അവർ തമ്മിൽ കണ്ടിട്ടുണ്ട്. ആ കണ്ടത് എന്താണ്? യുദ്ധത്തെ അവർ പ്ലാനിങ് ചെയ്യണം, ഹിജറ എങ്ങനെ പോകണം. അന്നേ വരെ മദീനയിൽ ആരും പോകാത്ത വഴിയാണ് റസൂൽ തെരഞ്ഞെടുത്തത്. ഇന്ന് മദീനയിൽ നിങ്ങൾ പോയ മഅറദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബിയുടെ ചാരത്തിൽ എക്സിബിഷൻ ഉണ്ട്. ആ എക്സിബിഷനിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ പോയ റൂട്ടും അന്ന് മക്കയിൽ നിന്ന് ആളുകൾ മദീനയിലേക്ക് പോയ വഴിയുണ്ട്. രണ്ടാണ്. ആദ്യത്തെ വഴിയാണ്. അത് കണ്ടാൻ ഒരാളെ എടുത്തു. അബ്ദുല്ലാഹി ബിൻ ഉറൈഖ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അതിനുവേണ്ടി ചുമതലപ്പെടുത്തി. അതുപോലെ തന്നെ കാൽപ്പാടുകൾ മായ്ച്ചു കളയാൻ ഒരു മനുഷ്യനെ വേറെ ചുമതലപ്പെടുത്തി. കാരണം അറബികൾക്ക് ഒട്ടകത്തിന്റെ കാൽപ്പാട് നോക്കിയിട്ട് അത് ഏത് ഗോത്രത്തിന്റെ ഒട്ടകമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള മരുഭൂമിയുടെ എൻസൈക്ലോപീഡിയകളാണ് അറബികൾ മരുഭൂമിയിൽ ആർക്കും പറ്റിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് മായ്ച്ചു കളയാൻ ആദ്യം ഒരാൾ ഏർപ്പാടായി. വേറെ ഒരാൾ ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ, അതൊരു സ്ത്രീയാണ്, അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ. നാലാമത്തെ ആള് ഖുറൈശികളുടെ നീക്കങ്ങൾ അറിയാൻ ഒരു സ്പൈ വർക്കിന് വേണ്ടി അബ്ദുല്ലാഹി ബിൻ അബീ ബക്കർ. അന്നേരം മുസ്ലിം ആയിട്ടില്ല എന്ന് പറയപ്പെടുന്നു, അറിയില്ല, അത് ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യം. ഈ 4 ആളെയും ചുമതലപ്പെടുത്തി. എന്നിട്ട് റസൂൽ പോയത് എവിടുക്ക? ഹിജറക്ക് പോകുന്നതിന്റെ ബാക്കിലേക്കാണ്. മദീനയുടെ ബാക്ക് ഭാഗമാണ് സൗർ. പോകുന്ന വഴിയിൽ കയറിയതല്ല. പോകുന്ന വഴി കയറിയാണെന്നാൽ പ്ലാനിങ് ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. നേരത്തെ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. നിങ്ങൾ ആലോചിച്ചോ. എന്നിട്ട് ഈ ഹിജറൊക്കെ ഈ പ്ലാനൊക്കെ ചെയ്തിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങുന്ന സമയത്ത് വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദ വമിൻ ഖൽഫിഹിം സദ്ദ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ എന്ന് പറഞ്ഞ ഒരു പിടി മണ്ണ് വാരിയിട്ടു. മണ്ണ് വാരിടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, കാരണം അള്ളാഹ്ക്ക് വേണ്ടി റിസ്ക് എടുക്കുന്ന ഒരാളാണ്. പോകാൻ സമയമായി എന്ന് കണ്ടാൽ കണ്ണിന്റെ ഫിലമെന്റ് അടിച്ചു കളയാൻ കഴിവുള്ളവനാണ് ദാലിക്കുമുല്ലാഹു റബ്ബുക്കും. ഒരു ശത്രുവിനും പിന്നെ കണ്ണ് കാണില്ല. പിന്നെ എന്തിനാണ് എറിയേണ്ട പണി ആര് ചെയ്യണം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യണം. എറിയേണ്ട പണി നമ്മൾ ചെയ്യണം. മൂസ അലൈഹി ഇസ്ലാമിനോട് ഇറങ്ങി നടന്നോ ബാക്കി ഞാൻ നോക്കുക എന്നല്ലല്ലോ അല്ലാഹ് പറഞ്ഞു. ഫദ്രിബ് ബിഅസാകൽ ബഹർ, കടലിനടിക്കൂ മൂസ അലൈഹി ഇസ്ലാം. മൂസ അലൈഹി ഇസ്ലാം കടലിനെ അടിക്കേണ്ട പണി ആര് ചെയ്യണം? മൂസ അലൈഹി സ്വലാം ചെയ്യണം. ഈ പണി നമ്മൾ ചെയ്യാൻ തയ്യാറായാൽ പിന്നെ അടുത്ത ഓപ്ഷനാണ് അല്ലാഹു നമ്മളെ സഹായിക്കുന്നത്. ഇപ്പൊ പ്ലാനിങ് വളരെ പ്രധാനം. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, നമ്മൾ എൻറിച്ച് ആയ ഒരു ട്രഡീഷൻ, നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത് വിജ്ഞാനത്തിൽ പ്രൊഡക്ഷൻ ചെയ്ത പാരമ്പര്യമാണ്. അല്ലാതെ ഉമ്മത്ത് അതിജയിക്കൂല. ജ്ഞാനമില്ലാത്തൊരു ജനതയും അതിജയിക്കൂല. വിജ്ഞാനമില്ലാത്തൊരു ജനത അതിജയിക്കും. മഹാനായ അബൂ ഹാമിദ് ഗസാലി റഹ്മഹുല്ലാഹ് 900-ത്തിലധികം ഗ്രന്ഥങ്ങൾ എഴുതി. ഒരു ദിവസം അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിന്റെ ആയുസിന്റെ ദിവസവും മരിച്ചാൽ ഒരു ദിവസം മിനിമം 100 പേജ് എഴുതിയാൽ പോലും പൂർത്തിയാവില്ല എന്നാണ്. ഒരു മനുഷ്യൻ 100 പേജ് ഒരു ദിവസം എഴുതണമെങ്കിൽ എത്ര പേജ് വായിക്കണം? 100 പേജ് എഴുതണമെങ്കിൽ എത്ര പേജ് വായിക്കണം? നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമുക്കൊരു 100 പേജ് വായിച്ചാലല്ലേ ഒരു പേജ് തെറ്റില്ലാതെ എഴുതാൻ പറ്റൂ. അപ്പൊ വായനക്കും എഴുത്തിനും വേണ്ടി അദ്ദേഹം നടത്തിയ ഒരു സബര്യണ്ട്. അതെല്ലാവരും ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ 450 ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ജയിലിൽ വെച്ച് അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ്. ജയിലിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന് ഭരണകൂടം പറഞ്ഞു അദ്ദേഹത്തിന് പേനയും കടലാസും കൊടുക്കാൻ പാടില്ല. അപ്പൊ പാചകം ചെയ്യുന്ന വിറകിന്റെ കരി എടുത്തിട്ട് ചുമരിലെഴുതി. അതാണ് അൽ അഖീദ തഹവിയ്യ എന്ന് പറയുന്ന ഗ്രന്ഥം. അത് പിൽക്കാലത്ത് ആളുകൾ നോക്കി പകർത്തി എഴുതിയതാണ്. ജയിലിന്റെ ചുമരുന്ന് പകർത്തി എഴുതിയതാണ്. 450-ലധികം ഗ്രന്ഥങ്ങൾ ശൈഖുൽ ഇസ്ലാം എഴുതി. അതുപോലെ തന്നെ നമുക്കറിയാം അല്ലാമ ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റഹ്മഹുല്ലാഹ്, നമുക്കറിയാം ഇബ്നുൽ ജൗസി മഹാനായ പണ്ഡിതനാണ്.
അദ്ദേഹത്തിന്റെ വസിയത്തായി രേഖപ്പെടുത്തിയിട്ടുള്ള എന്താണ്, എന്നെ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് മയ്യത്ത് കുളിപ്പിക്കുന്ന വെള്ളം ചൂടാക്കേണ്ടത് ഞാൻ എഴുതി തീർത്ത പേനകൾ ഉപയോഗിച്ച് കത്തിച്ചുകൊണ്ടാണ്. അന്ന് മരത്തിന്റെ പേനകളാണ് എഴുതാൻ, അത് ഉപയോഗിച്ച് വെള്ളം ചൂടാക്കണം കത്തിച്ച്, എന്നിട്ട് പകുതിയില്ലാതെ വിറക് ബാക്കിയായിരുന്നു എന്നാണ് ചരിത്രം. ഇബ്നുൽ ഖയ്യിം ഇത് മുസ്ലിം ഉമ്മത്തിന്റെ ട്രഡീഷൻ. അല്ലാമ ഇബ്നുൽ ഖൽദൂൻ എന്ന് പറഞ്ഞു, പണ്ട് കാലത്ത് നിങ്ങൾ ഏതെങ്കിലും സയൻസ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ എല്ലായിടത്തും മുസ്ലിങ്ങളല്ലാത്ത പേരെല്ലാം നമ്മൾ കാണുക. ഇന്ന് നമ്മൾ വീട്ടിൽ പോയിട്ട് ചോദിക്കുക, എന്താണ് ഫ്ലൈറ്റ് കണ്ടുപിടിച്ചത് ഒരു മുസ്ലിം പേരില്ലാത്തത്, എന്താണ് പ്രകാശത്തിന്റെ തിയറിയിൽ മുസ്ലിം പേരില്ലാത്തത്, എന്തുകൊണ്ടാണ് സോഷ്യോളജിയിൽ മുസ്ലിം പേരില്ലാതെ പോയത്? ഇത് മുമ്പ് പടിഞ്ഞാറിൽ അവരുടെ മാതാപിതാക്കളോട് കുട്ടികൾ ചോദിച്ചിരുന്നു, എന്താണ് അമ്മ അച്ഛ നമ്മുടെ ആരുടെയും പേര് പുസ്തകത്തിൽ ഇല്ലാത്തത്? പേരൊക്കെ അറബി പേരാണ്. 2015 ഐക്യരാഷ്ട്രസഭ പ്രകാശത്തിന്റെ 1000 വർഷങ്ങൾ എന്ന് പറയുന്ന 1000 വർഷങ്ങൾ എന്ന് പറയുന്നത് ഒരു ആഘോഷം നടത്തി 2015 UNO. ആ പ്രകാശത്തിന്റെ 1000 വർഷങ്ങൾ ആരുടെ ജന്മദിനമാണ്? ഇബ്നു ഹൈസമിന്റെ ജന്മദിനമാണ്. കാരണം പ്രകാശം, ലെൻസ്, നമ്മൾ കണ്ണിൽ ബയോളജിയിൽ ഇപ്പോൾ വരയ്ക്കുന്ന പടം അല്ലേ, നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ വരച്ചു പഠിക്കുന്ന പടം, ആ ലെൻസിന്റെ തിയറി, സ്ക്രീന്, ക്യാമറ, ഇതൊക്കെ ലോകത്ത് കണ്ടുപിടിച്ച ആളാണ് ഇബ്നു ഹൈസം, അൽ ഖവാറിസ്മി, അബൂബക്കർ റാസി, ഇങ്ങനെ തുടങ്ങിയ മഹാന്മാരായ പണ്ഡിതന്മാർ. ഈ പണ്ഡിതന്മാരൊക്കെ നിങ്ങൾ എടുത്തു പരിശോധിച്ചു നോക്കാം. വാസ്കോ ഡ ഗാമ 1498 കാപ്പാട് കടപ്പുറത്ത് കപ്പലിറങ്ങിയത് ആരെ പുസ്തകം വായിച്ചിട്ടാണ്? ഒരാളെ പേര് പറഞ്ഞോണ്ട് ആരെങ്കിലും? ഏതായാലും പടിഞ്ഞാറ് എഴുതിയ പുസ്തകമല്ല, കടലിൽ സഞ്ചരിക്കണ പാരമ്പര്യം അവർക്ക് ഉണ്ടായില്ല. ഇബ്നു മാജിദിന്റെ ബുക്കാണ്. ഇബ്നു മാജിദ് എഴുതിയ പുസ്തകം സമുദ്രശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ്. കടലിൽ എങ്ങനെ സഞ്ചരിക്കാം. ഈ പുസ്തകം കോപ്പി അടിച്ചിട്ടാണ് കൊളംബസ് ഇന്ത്യ കണ്ടെത്താൻ പോയത്. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് വന്നത്. കൊളംബസ് ഇന്ത്യ കണ്ടെത്തിയില്ല. യഥാർത്ഥത്തിൽ അധിനിവേശം. ഈ അധിനിവേശത്തിന് വേണ്ടി അവർ ബ്ലൂ പ്രിന്റ് ആയി സ്വീകരിച്ചത് ഇബ്നു മാജിദിന്റെ ഗ്രന്ഥമാണ്. നിങ്ങൾ ഇങ്ങനെ ഓരോരുത്തരെടുത്ത് പരിശോധിച്ചു. ഓരോരുത്തർ ആന്ത്രോപോളജിയുടെ പിതാവാരാണ്? ഖാലിദൂൻ എന്നാണ് വെസ്റ്റ് പറയുക. ഈ ഖാലിദൂൻ എന്ന് പറഞ്ഞ ആൾ ആരാണ്? ഇബ്നു ഖൽദൂനാണ്. ഇബ്നു ഖൽദൂൻ റഹിമഹുല്ലാഹ് ലോകത്ത് താർത്താരികളുടെ തകർച്ചയ്ക്ക് ശേഷം ഇനി മുസ്ലിം ലോകത്തൊരു പണ്ഡിതൻ ഉണ്ടാവില്ല എന്ന് ലോകം അംഗീകരിച്ച കാലഘട്ടത്തിലാണ് ലോകത്തിന് മുഴുവൻ സംഭാവന നൽകുന്ന ഒരു പണ്ഡിതൻ ഉണ്ടായത്. അതുപോലെ തന്നെ നമുക്കറിയാം അവിസന്ന എന്ന് വെസ്റ്റ് പറയുന്ന ഇബ്നു സീന വൈദ്യശാസ്ത്ര മെഡിസിന്റെ പിതാവാണ്. അത് മാത്രമാണ് പടിഞ്ഞാറ് ഇപ്പോൾ അംഗീകരിക്കുന്നത്. മെഡിസിന്റെ പിതാവ് ആരാണ്? അവിസന്ന എന്നതാണ്. അപ്പൊ ഈ അവിസന്ന എന്ന് പറയുന്ന ഇബ്നു സീന പറയുന്നത്, ഞാൻ എന്തെങ്കിലും മെഡിക്കലിൽ വൈദ്യശാസ്ത്രത്തിൽ എനിക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വന്നാൽ ഞാൻ എന്ത് ചെയ്യും? ഏത് സമയമായും പള്ളിയിൽ പോയി 2 റക്അത്ത് നിസ്കരിക്കും. നിസ്കാരം കഴിയുമ്പോഴേക്കും അതിനൊരു സൊല്യൂഷൻ എൻ്റെ മനസ്സിൽ വന്നിരിക്കും. ഇത് വൈദ്യശാസ്ത്രമാണ്. അപ്പൊ നിങ്ങൾ അതേപോലെ അബൂബക്കർ റാസി റഹിമഹുല്ലയുടെ അടുത്തൊരാൾ വന്നു. അയാൾ വന്നിട്ട് പറയണ, അനസ്തേഷ്യ ലോകത്ത് ആദ്യം കണ്ടുപിടിച്ച അദ്ദേഹമാണ്. അനസ്തേഷ്യ, സർജറിക്ക് മുമ്പ് അനസ്തേഷ്യ കൊടുക്കാം. ആ വിജ്ഞാനം കണ്ടുപിടിച്ച അദ്ദേഹത്തിന്റെ അടുത്ത് ആളുകൾ വന്നിട്ട് അതിന്റെ സൂത്രവാക്യങ്ങൾ പഠിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ അദ്ദേഹം അത് പറഞ്ഞു കൊടുത്തില്ല. പറഞ്ഞു കൊടുക്കാത്തതിന്റെ കാരണം എന്താണ്? ഇത് ഡോസ് കൂടിയാൽ ആളെന്ത് ചെയ്യും? ഇത് തട്ടിപ്പോയാൽ നാളെ ഖബറിൽ ഞാൻ അതിന്റെ ഉത്തരം പറയേണ്ടി. അതുകൊണ്ട് ഞാനത് ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. കാരണം അത് അധികമായി പോയാൽ ആള് കൊല്ലപ്പെടും. കൊല്ലപ്പെട്ടാൽ അതിന്റെ ഉത്തരവാദി ഞാനും. ഇതാണ് ഇതിന്റെ എത്തിക്സ് എന്ന് പറയാം. പടിഞ്ഞാറിന് ഇല്ലാതെ പോയത് വിജ്ഞാനുണ്ട്, പക്ഷെ എത്തിക്സ് ഇല്ല. നമ്മൾ ഇൽമുണ്ട്, പക്ഷെ അദബില്ല എന്ന് പറയില്ലേ. ഇൽമ ആർക്കുള്ളത്? പടിഞ്ഞാറുണ്ട്. പക്ഷെ ഈ എത്തിക്സ് ഉണ്ടായാലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇറാഖിൽ അമേരിക്കട്ട ബോംബിന്റെ പേരാണ് മദർ ഓഫ് ബോംബ് എന്നാണ്. ആ ബോംബിന്റെ പേരെല്ലാം എന്താണ്? ബോംബുകളുടെ അമ്മ എന്നുള്ളതും ബോംബ് എന്നുള്ള ഒരുമിച്ച് പറയാൻ പറ്റില്ല. റഷ്യ ഉക്രൈനിലിട്ട ബോംബിന്റെ പേര് ഫാദർ ഓഫ് ബോംബ്സ് എന്നാണ്. ഇത് രണ്ടുണ്ട്. ഏറ്റവും വേഗത്തിൽ കൂടുതൽ ആളുകളെ കൊല്ലാൻ പറ്റുന്നതിനാണ് ഈ ബോംബിന്റെ പേര് കൊടുക്കുന്നത്. ഇവരൊക്കെ വിവരമുള്ള ആളുകളാണ്, പക്ഷെ എത്തിക്സ് ഇല്ല.
എത്തിക്സിൽ. അപ്പൊ ഈ വിവരം ഉണ്ടാവുകയും ലോകത്തെ സെർവ് ചെയ്യുകയും ലോകത്തെ സേവിക്കുകയും ചെയ്ത ആളുകളാണ് മഹാന്മാരായ പണ്ഡിതൻ. ഇത് നമ്മുടെ എൻറിച്ച് ആയ ഒരു ട്രഡീഷനാണ്, ധന്യമായ പാരമ്പര്യമാണ്. ഈ പാരമ്പര്യമാണ് നമ്മുടെ ഒന്നാമത്തെ പ്രചോദനം. നമ്മൾ എന്തിനാസൂത്രണം ചെയ്യണമെന്നതിന്റെ പ്രചോദനം ഈ പാരമ്പര്യമാണ്. ഈ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിന്റെ പാരമ്പര്യമാണ്. നമുക്കതിലൊരു കോൺഫിഡൻസ് വേണം. നിങ്ങളെപ്പോലെ ഇതേപോലെ സ്ഥാപനങ്ങൾ, ഇത്രയും സൗകര്യങ്ങളില്ലാത്ത സ്ഥാപനങ്ങളിൽ പഠിച്ച ആളുകളാണ് അല്ലാമ റാസി. ഫീസ് കൊടുക്കാൻ ആളില്ലാതെ സ്ഥാപനത്തിന് പുറത്താക്കിയ ആളാണ് ആ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് അശ്ശാഫിഈ റഹിമഹുല്ലാഹ്. എന്നിട്ട് സ്ഥാപനത്തിന്റെ പുറത്തുനിന്ന് നമ്മൾ കട്ട് ക്ലാസ് കേൾക്കുക എന്ന് പറയില്ലേ, അങ്ങനെ എഴുതി പഠിച്ചതാണ് ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതനായ ഇദ്രീസ് അശ്ശാഫിഈ റഹിമഹുല്ലാഹ്. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ പഠിച്ചു വന്ന ആളുകൾ തന്നെയാണ് ഇവരൊക്കെ. ഇവരൊന്നും വേറെ ഒരു അന്യഗ്രഹ ജീവികളല്ല. ഇതൊക്കെ പറയുമ്പോ നമ്മുടെ മനസ്സിൽ എന്താ ഉണ്ടാവുക? അതൊന്നും ഇപ്പൊ നമുക്ക് എന്തായാലും നടക്കൂല തന്നെയാണ്. അത് പറയുന്നവർക്ക് പറയാം ഗസാലി ഒന്നും ഇപ്പൊ എന്തായാലും നമുക്ക് ആകാൻ പറ്റില്ല. ഗസാലി ആവണ്ട, ഗസാലിയേക്കാൾ ഗ്രന്ഥം എഴുതിയ ആൾ മൗലാന മഹമ്മൂദ് അഷ്റഫ് സാനവി 917 ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ഇന്ത്യക്കാരനാണ്. 917 ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ഗസാലിയേക്കാൾ കൂടുതൽ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അത് ഉറുദുവിലാണ്. അധികം ഗ്രന്ഥം ആയതുകൊണ്ട് ലോകത്തിന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്ത് നമുക്ക് സാധ്യമല്ലാത്ത ഒന്നുമില്ല. പക്ഷെ നമ്മുടെ മനസ്സതിലേക്ക് വരണം, മനസ്സതിലേക്ക് വരണം. നമുക്ക് അതിന് പ്ലാൻ ഉണ്ടാവണം, ആലോചന ഉണ്ടാവണം. ഒരു പ്രബോധകനാകുമ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച താഴി അതാണ് അവിടെ. അല്ല ശരാശരി താഴിയാവാറില്ല. ശരാശരി താഴി എന്ന് പറഞ്ഞാൽ ഖുൽഹു വല്ലാഹു അഹദ് പഠിച്ചാൽ എല്ലാവർക്കും താഴിയാവാം. ശരാശരി ഒരു താഴി. പക്ഷേ മികച്ച താഴിയാവുക, മികച്ച പ്രബോധനം, ലോകത്ത് അറിയപ്പെട്ട പ്രബോധകരാണ്. അപ്പൊ പല ഭീഷണികളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതേസമയം അതിലേക്ക് നമ്മൾ നീങ്ങിയാലാണ് ലോകത്തെ മാറ്റാൻ നമുക്ക് കഴിയുക. അങ്ങനെ വിചാരിച്ചിട്ടാണ് ആളുകൾ ലോകത്ത്, ഖുർആനാണ് ആദ്യം ഉണ്ടായത്. ഖുർആനെ സേവിക്കാനാണ് ലോകത്ത് മുസ്ലിം ഉമ്മത്ത് എല്ലാ വിജ്ഞാനം ഉണ്ടാക്കിയത്. വിജ്ഞാനത്തിന് വേണ്ടി ഒരു വിജ്ഞാനം മുസ്ലിം ഉമ്മത്ത് ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ പഠിച്ചു നോക്കിയാൽ ഖുർആനെ സേവിക്കാൻ, ഖിദ്മത്ത് ചെയ്യാനാണ് എല്ലാ വിജ്ഞാനങ്ങളും ഉണ്ടാക്കിയത്. ഇനി അവർക്കൊന്നും ഇല്ലാത്ത സാധ്യത നമുക്കുണ്ട്. നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അവർക്കൊന്നും ഇല്ലാത്ത സാധ്യത നമുക്കുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പണ്ട് കാലങ്ങളിൽ നൂഹ് അലൈഹിസ്സലാം പ്രബോധനം ചെയ്ത് 950 കൊല്ലാണ്. അപ്പൊ ആയുസ് അതിലേറെ ഉണ്ടാവും. പ്രബോധനം തന്നെ ചെയ്തത് എത്രയാണ്? 950 കൊല്ലാണ്. 950 കൊല്ലം ഇന്നത്തെ ഒരാൾക്ക് ഇമ്പോസിബിൾ ആണ്. ഒരിക്കലും ഒരു ആയുസ് തരില്ല. കാരണം ആയുസ് തരാത്ത എന്താണ്? അന്നത്തെ കാലത്തെ മഹാന്മാരായ ആളുകൾ ചെയ്ത എല്ലാ ദഅവത്തും നിങ്ങൾക്ക് 9 ദിവസം കൊണ്ട് ചെയ്യാം. വെറുതെ പറയണല്ല. 9 എത്ര സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് സഞ്ചരിക്കാം, എത്ര വേഗത്തിൽ. അന്നത്തെ കാലത്ത് ഇസ്ലാമിക പ്രബോധനത്തിനു വേണ്ടി സഞ്ചരിച്ചിരുന്നത് മസ്ജിദുൽ ഹറാമെന്ന് മസ്ജിദുൽ അക്സയിലേക്ക് ഏറ്റവും വേഗതയുള്ള കുതിര ഓടിയാൽ 40 ദിവസം വേണം. 40 ദിവസമാണ്. ഇന്ന് ഉസാമ ബിൻ ലാദന്റെ പിതാവുണ്ട്, യഥാർത്ഥത്തിൽ ലാദൻ എന്ന് പറയുന്ന ആളുടെ പ്രത്യേകത എന്താണ്? 3 വക്ത് 3 ഹറമിൽ നിസ്കരിക്കും. ലാദൻ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ മുതലാളിയാണ്. ഒരു അസറിന് അയാൾ മസ്ജിദുൽ അക്സയിൽ ഉണ്ടായാൽ മഗ്രിബിന് ഹസ്സുൽ ഹറാമിൽ ഉണ്ടാവും, ഇശാനോടുണ്ടാവും, മസ്ജിദുൻ നബവിയിൽ ഉണ്ടാവും. 3 ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോകുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയാണ്. കാരണം അതൊന്ന് അന്നത്തെ കാലത്ത് ഒരാൾക്കും സാധ്യമല്ല. അള്ളാഹു പ്രത്യേകമായൊരു മുഅ്ജിസത്ത് നൽകാത്ത ഒരാൾക്കും അത് സാധ്യമല്ല. അപ്പൊ ഇന്ന് അതിനനുസരിച്ച് അള്ളാഹു എന്ത് ചെയ്തു? ഏട് കുറച്ചു, ആയുസ് കുറച്ചു. വേഗം ചെയ്തോന്നാണ്. ആയുസ് കുറയും, മനുഷ്യന്റെ ആകാരവും കുറയും. ആദം നബി അലൈഹി സ്വലാമിന്റെ നീളം 300 മുഴക്ക് ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ? 300 മുഴന്ന ഒരാളുണ്ടായാൽ ഒരു ഫ്ലൈറ്റും ലാൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അന്ന് ഫ്ലൈറ്റ് ഇല്ല. അപ്പൊ ഫ്ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് 300 മുഴയുള്ള ഒരാൾക്ക് പോകാം. അത്രയും ആളുകൾക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത്രയും ആളുകൾക്ക് അത്രയും ആകാരമുള്ള ആളുകൾ 700 കോടി ആളുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഭൂമിയിൽ വസിക്കാൻ കഴിയില്ല. അത്രയും ആകാരമുള്ള മനുഷ്യന്മാർ 700 കോടി ഉണ്ടെങ്കിൽ അപ്പൊ അതിനനുസരിച്ച് പടച്ച തമ്പുരാൻ നമ്മുടെ സൃഷ്ടിപ്പിൽ ക്രമീകരണം നടത്തി. ആ ക്രമീകരണം AI എന്ന് പറയും, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻഷ്യ. ഇതെന്താ സാധനം നമുക്കറിയാം? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയും, സാധനം അറിയും. ഇത് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ബുദ്ധിയെ പോലെ നിർമ്മിത ബുദ്ധി വേറെ ഉണ്ട്. നിർമ്മിത ബുദ്ധിയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നിപ്പോ നിങ്ങൾക്ക് ഒരു വിവരം കിട്ടണമെങ്കിൽ ലോകത്ത് വളരെ എളുപ്പമാണ്. ഇന്നിപ്പോ കോളേജിൽ, ഫറൂഖ് കോളേജിൽ പഠിപ്പിക്കുന്ന ആള് നമ്മളെ സുഹൃത്തുക്കളൊക്കെ പറയും, ഒറ്റ കുട്ടിയും ക്ലാസ്സിൽ കയറൂല എന്നാ പറയാം. എന്താ കാരണം? ക്ലാസ്സിൽ പറയുന്നേക്കാൾ വിവരം എവിടുന്ന് കിട്ടുന്നുണ്ട്?
പുറത്തുനിന്ന് കിട്ടുന്നുണ്ട്, ക്ലാസ് കയറില്ല. അധ്യാപകൻ ക്ലാസ് വെക്കുമ്പോൾ അത് തെറ്റാണല്ലോ എന്ന് കുട്ടി ഇവിടെ നോക്കി പറയും. പിന്നെ അധ്യാപകന്റെ കോൺഫിഡൻസ് പോകും, പിന്നെ ആ അധ്യാപകൻ ക്ലാസ് എടുക്കൂല. അപ്പൊ ഇങ്ങനെ ഇത്രയും ലെവലിൽ ഇൻഫോർമേഷന്റെ സാധ്യത ഉണ്ട്. നിങ്ങൾ ആലോചിച്ചു, ബഹ്റൈനിലെ രാജാവ് യഥാർത്ഥ അദ്ദേഹം അബുദാബി എയർപോർട്ടിൽ വരുമ്പോ അദ്ദേഹത്തിന്റെ കൂടെ ഒറ്റ സെക്യൂരിറ്റി ഉള്ളത് ഒരു റോബർട്ട് മാത്രം. സാധാരണ രാജാവ് വന്നാൽ എത്ര സെക്യൂരിറ്റി ഉണ്ടാവും? നമ്മുടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഇവിടെ വന്നാൽ എത്ര സെക്യൂരിറ്റി ഉണ്ടാവും? ബുള്ളറ്റ് പ്രൂഫുള്ള ആളെന്നെ 10-20 ഉണ്ട്. ഈ സെക്യൂരിറ്റി ഉള്ള റോബർട്ട് ഒറ്റ റോബർട്ട്. ആരെങ്കിലും രാജാവിനെ ഫയർ ചെയ്താൽ ഈ റോബർട്ട് എന്ത് ചെയ്യും? ഫയർ ചെയ്യും, അദ്ദേഹത്തെ പ്രതിരോധിക്കും, അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യും. രണ്ടാമത്തെ, രാജാവ് എവിടെയും പ്രസംഗിക്കാൻ ചെന്ന പോയിന്റ് ആരും കൊടുക്കും? റോബർട്ട്. വെടിവെക്കാനും അദ്ദേഹത്തിന് അറിയാം, പ്രസംഗിക്കാനും ആർക്കറിയാം? റോബർട്ടിന്. സാങ്കല്പിക ലോകമല്ലല്ലോ, ഒന്നും നടക്കുന്ന കാര്യമാണ്. നമ്മുടെ യൂസുഫ് അലി, ലുലു ഗ്രൂപ്പിന്റെ മുതലാളി യൂസുഫ് അലി 2027 അബുദാബിയിൽ ഒരു മാള് തുടങ്ങാൻ പോവാണ്. ഈ മാളിന്റെ പ്രത്യേകത, ഒരു മനുഷ്യൻ അതിൽ ജോലി ചെയ്യൂല എന്നുള്ള സെൻസറുകളാണ്. ഒരു കാർഡ് നിങ്ങൾക്ക് തന്നാൽ ആ കാർഡ് ഉപയോഗിച്ച് ബില്ലടക്കാൻ, ഡോർ തുറക്കാൻ, ഡോർ അടക്കാൻ, ക്ലോസ് ചെയ്യാൻ, എല്ലാം സെൻസർ. ആകെ ആളുകൾക്കുള്ള ജോലി സാധനം അടുക്കി വെക്കാം, ഉള്ളിൽ ജോലിന്റെ ആവശ്യം ഇല്ല. ICICI എന്ന് പറഞ്ഞ ബാങ്ക് മുംബൈയില് 2025 അവർ പ്രൊജക്ട് നടക്കും, അറിയില്ല. കോവിഡിന് മുമ്പ് അവർ പറഞ്ഞു 2025 മുംബൈയിൽ ഒരു ബാങ്ക് തുടങ്ങാൻ പോവാണ്. ഈ ബാങ്കിൽ ഒരു മനുഷ്യനും ജോലി ചെയ്യില്ല, റോബർട്ടുകളാണ്. ക്രെഡിറ്റും ഡെബിറ്റും ചെക്കും എല്ലാം ആരാ ചെയ്യാ? റോബർട്ടുകൾ. എന്ന് പറഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ വെസ്റ്റിലൊന്നും ദാമ്പത്യ ജീവിതം തന്നെ ഇല്ല. കാരണം പോക്കറ്റിൽ കൊണ്ടെടുക്കാൻ പറഞ്ഞ റോബർട്ട് ഉണ്ട്, ഭാര്യ പോക്കറ്റിലാണ്, ഭർത്താവ് എന്താണ് പോക്കറ്റ്. കാരണം എന്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ എന്തിനാണ് ഞാൻ ചെലവ് കൊടുത്ത് വളർത്തുന്നത് എന്ന ആളുകൾ ആലോചിക്കുന്ന കാലാണ്. അപ്പൊ ഈ സാധ്യത നമുക്ക് ദോഷമുണ്ട്, മനുഷ്യന്റെ വംശത്തിന്റെ നിലനിൽപ്പിന് അത് ദോഷം ഉണ്ടാക്കും. അതിന്റെ ഒരു വശത. രണ്ടാമത്തെ, അനന്ത സാധ്യതകൾ തുറക്കും, അനന്ത സാധ്യതകൾ തുറക്കും. മുമ്പൊക്കെ നമ്മൾ വയത് പറയുമ്പോൾ ഇഹലോകം പരലോകം ഉണ്ടായിരുന്നു. മൂന്നാമത്തെ ഒരു ലോകം ഉണ്ട്, ഏതാണ്? ഈ ലോകം എന്നാണ്, ഇലക്ട്രോണിക്സ് വേൾഡ് എന്നാണ് പറയുന്നത്. ഈ ലോകത്തിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ വിവരങ്ങളുടെ മടങ്ങ് വർദ്ധിപ്പിക്കും. പക്ഷെ ആ വിവരങ്ങൾക്ക് ഒരു അപകടമുണ്ട്, അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ആ വിവരങ്ങളിൽ ഏതില്ല? ഹൃദയമില്ല, ഇമോഷൻ ഇല്ല, വെറും വിവരം മാത്രമേ ഉള്ളൂ. വിവരം മാത്രം. കാരുണ്യം, സ്നേഹം, ദയ. നുബുവത്തിന്റെ ഇൽമിലുള്ള പ്രത്യേകത എന്താണ്? ഇമോഷനുണ്ട്, ഇൻഫോർമേഷൻ ഉണ്ട്. ഈ ആധുനിക ജ്ഞാനത്തിന്റെ പ്രത്യേകത ഇമോഷൻ അതില് ഇല്ല, കാരുണ്യമില്ല, ദയയില്ല, വാത്സല്യമില്ല. ആ മനുഷ്യന് ആവശ്യവും ജീവിക്കാൻ ആവശ്യമായ വിവരങ്ങളിൽ, ഈ വിവരങ്ങൾ ലോകത്ത് നേടിയ സന്ദർഭമാണ് നമ്മൾ, ആ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് വിവരങ്ങളുടെ സാധ്യത നമുക്ക് അനന്തമാണ്. ഏത് കാര്യങ്ങളിലും നിങ്ങൾക്ക് വിവരം ആർജിക്കാം, ആ വിവരം നിങ്ങൾ നേടിയെടുക്കാം, ആ വിവരങ്ങളെ നിങ്ങൾക്ക് ആർജിച്ചെടുക്കാനുള്ള കഴിവും ശക്തിയും നമുക്കുണ്ട്. അപ്പൊ വിവരങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. മൂന്നാമത്തത്, പ്രതിസന്ധികളെ സാധ്യതകളാക്കി മാറ്റാന്നുള്ളതാണ്. പ്രതിസന്ധികളെ നമുക്ക് എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവില്ല. അറിവ് നേടാൻ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറയുന്നതിൽ പ്രതിസന്ധികൾ ഉണ്ടാവണം, എന്നാലേ അറിവ് ഒരാൾ എന്ത് ചെയ്യുള്ളൂ, സുഖ സൗകര്യം. ഇപ്പൊ ഇവിടെ AC വെക്കാന്നുള്ളതാണ് സൗകര്യം. AC വെച്ചാൽ വിവരത്തിൽ കുറവ് വരും. AC നല്ല കാര്യമാണ്. ഇവിടെ AC വെച്ചാൽ എന്ത് ചെയ്യും? വിവരത്തിൽ കുറവ് വരും. അപ്പൊ വിദ്യാർത്ഥികൾക്ക് അല്പം ഇഷ്ടം ഉണ്ടാവില്ല. അപ്പൊ യഥാർത്ഥ കാരണം വിവരം നേടാൻ മനുഷ്യന് അല്പം പ്രതിസന്ധികൾ ഉണ്ടാവണം, അലച്ചുണ്ടാവണം എന്നാണ് നമ്മൾ പറയും. മലയാളത്തിൽ നാടൻ ഭാഷയിൽ അലച്ചുള്ളവനെ വിവരം കിട്ടുള്ളൂ, അലച്ചുള്ള. അപ്പൊ ഇത് ഉണ്ടാവണമെങ്കിൽ കുറച്ച് റിസ്ക് ഫാക്ടർ വേണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഗസ യൂണിവേഴ്സിറ്റി 6 തവണ തകർത്തു. 6 തവണ തകർത്തു. 6ാമത്തെ തവണ ഇപ്പൊ പോകുമ്പോട്ട് ഈ 5 തവണയും തകർത്തിട്ട് ഗസ യൂണിവേഴ്സിറ്റി അവിടെ ഉണ്ടാക്കി. ലോകത്തെ പ്രഗത്ഭരായ വിദ്യാർത്ഥികളായ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചു പുറത്തു പോകുന്നുണ്ട്. പുറത്തു പോവാൻ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവിടെ എവിടെ നിന്നാണ് മിസൈൽ ഉണ്ടാക്കുന്നത് നിങ്ങൾ ആലോചിക്കുക. പുറത്തേക്കൊന്നും ആയുധം വരുന്നില്ലല്ലോ, മിസൈൽ എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്? ഇടക്കിടക്ക് അങ്ങോട്ട് മിസൈൽ വിടില്ലേ? ഈ മിസൈൽ ഡിറ്റർജന്റ് പൗഡർ ഉണ്ടാക്കുകയാണ്. വസ്ത്രം അലക്കുന്നതിന്റെ കെമിക്കൽ വേർതിരിച്ചിട്ട് ആ കെമിക്കല് അതിലെന്ത് ജലാറ്റിൻ എന്ന് പറയുന്നുണ്ട്, പേസ്റ്റ്, ഇതിലൊക്കെ ഉണ്ട് പതക്കണ സാധനം. ഇതെന്താണ്? ഇത് സ്ഫോടനാത്മകമായ സാധനം. ഇത് വേർതിരിച്ചിട്ടാണ് ഇവരെന്ത് ചെയ്യണേ? അതിൽ ചില ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഘടിപ്പിച്ചിട്ടാണ് മിസൈൽ ഉണ്ടാക്കുന്നത്. ഇതോടൊന്ന് പഠിച്ചതാണ്.
എടുത്ത് പഠിച്ച. അപ്പൊ ഒരു പ്രതിസന്ധി ഉണ്ടായി. ആ പ്രതിസന്ധി ഉണ്ടായപ്പോ വിവരം കൂടുകയാണ് ചെയ്തത്. വിവരം കൂടാൻ മഹ്മൂദ് അൽ ഹസനാത്ത് എന്ന് പറയുന്ന ലോക പ്രശസ്തനായ ഖത്തീബ് ഉണ്ട്. നിങ്ങൾ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ ഹസനാത്തിന്റെ ഖുത്ബ മില്യൺ കണക്കിന് വ്യൂവേഴ്സ്. നോമ്പിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച അദ്ദേഹം ആകെ ഖുത്ബ എടുത്തി എത്രയാണ്? 2 മിനിറ്റ്. ആ ഖുത്ബ എത്രയാണ്? 70,000 ആളുകൾ അംഗവൈകല്യം സംഭവിച്ചു, 33,000 ആളുകൾ രക്തസാക്ഷികളായി, മില്യൺ കണക്കിന് ബിൽഡിങ്ങൾ തകർത്തു, 200-ലധികം അള്ളാഹുവിന്റെ ഭവനങ്ങൾ തരിപ്പണമായി, 45 ഹോസ്പിറ്റലുകൾ തകർത്തു. ഇതൊന്നും നിങ്ങളെ ഉണർത്താൻ പര്യാപ്തമല്ലെങ്കിൽ എന്റെ 25 മിനിറ്റിലെ ഖുത്ബ നിങ്ങളെ ഉണർത്തില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അത്രേ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് എല്ലാ അഖീമുസ്സലാ നിസ്കരിച്ചു. ഇതൊരു വലിയ ഖുത്ബയാണ്. നിങ്ങൾ ഇങ്ങനെ പ്രതിസന്ധികൾ മനുഷ്യനെ സാധ്യതകളിലേക്ക് കൊണ്ടുവരും. ആ സാധ്യത അതുകൊണ്ട് നമുക്ക് ഈ പ്രതിസന്ധി ഒന്നും നമുക്കില്ലല്ലോ. ഈ പ്രതിസന്ധി ഏതായാലും നമുക്കില്ല. നമ്മുടെ സാധ്യതകൾ നമ്മൾ കണ്ടെത്തി വിജ്ഞാനം വർദ്ധിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏകദേശം ചെറുപ്പക്കാർ നല്ലൊരു ശതമാനം മുതുക് വളഞ്ഞവരാണ് ഗസയിൽ. കാരണം എന്താണ്? ടണൽ കുഴിച്ച് വർഷങ്ങൾ ടണൽ കുഴിക്കാൻ, എന്നിട്ട് മുതുക് നിവർത്താൻ കഴിയില്ല. 10,000-കണക്കിന് സഹോദരിമാർ തല മുണ്ടനം ചെയ്തിരിക്കുകയാണ്. മുടി കളഞ്ഞു, മുഴുവനായിട്ടും കളഞ്ഞു. കാരണം 200 ദിവസമായിട്ട് വെള്ളമില്ല കുളിക്കാൻ വെള്ളമില്ലെങ്കിൽ അത്യാവശ്യം മുടിയുള്ള ആളുകൾക്ക് അതിന്റെ പ്രയാസം അറിയും. സ്ത്രീകൾക്ക് അതിന്റെ പ്രയാസം കൂടുതലറിയും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ശരാശരി ഒരു ഫലസ്തീനിക്ക് 200 ദിവസമായിട്ട് ഒരു ദിവസം കിട്ടുന്ന വെള്ളം 1 ലിറ്റർ വെള്ളമാണ്. ഒരു കുടുംബത്തിന് 1 ലിറ്റർ വെള്ളം. 10 ആളുണ്ടെങ്കിൽ 1 ലിറ്റർ വെള്ളം. ഒരാഴ്ചയിൽ 5 ലിറ്റർ വെള്ളം. എന്നിട്ട് ആ മനുഷ്യനെ കഴിഞ്ഞ മറിയം എന്ന് പറയുന്ന 6 വയസ്സുകാരിയായ കുട്ടിയോട് അൽ ജസീറയുടെ പത്രപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഉപ്പ മരിച്ചു, രക്തസാക്ഷിയായി, ഉമ്മ രക്തസാക്ഷിയായി, 2 സഹോദരന്മാരും രക്തസാക്ഷിയായി, പെരുന്നാളിന് മുമ്പാണ്. ഇനി എന്താണ്? ആ കുട്ടി ഇങ്ങനെ ഒരു വളരെ വികാരഭരിതമായി സംസാരിക്കുമ്പോഴാണ് ആ റിപ്പോർട്ടർ വരുന്നത്. പെരുന്നാളിന് വസ്ത്രം വാങ്ങിത്തരാൻ എൻ്റെ ഉപ്പല്ല, ഭക്ഷണം ഉണ്ടാക്കി തരാൻ ഉമ്മല്ല, കൂടെ കളിക്കാൻ അനിയന്മാരുമില്ല എന്ന് പറയും. അപ്പൊ നിങ്ങൾ ഈ വിഷമം മറക്കാൻ എന്താണ് ചെയ്യുക? അപ്പൊ ആ കുട്ടി പറയണം, 6 ദിവസത്തിൽ ഖുർആൻ മുഴുവൻ ഞാൻ ഓരോ 6 ദിവസത്തിലും ഖുർആൻ ഖതം ചെയ്യും. 7 വയസ്സായ കുട്ടിയാണ് പറയുന്നത്. കാരണം ഈ മനുഷ്യന്മാർ പ്രതിസന്ധി പിൻവാങ്ങാനല്ല അവരെ പ്രേരിപ്പിച്ചത്, പ്രതിസന്ധി കൂടുതൽ ജ്വലിക്കാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, നമുക്ക് സൗകര്യങ്ങൾ കുറവാണെങ്കിലും വിജ്ഞാനത്തിന്റെ മേഖലയിൽ നമുക്ക് ആർത്തി ഉണ്ടാവുക, സകല പ്രതിസന്ധികളെയും പരിമിതികളെയും മറികടക്കാനുള്ള ഇച്ഛാശക്തി ഉണ്ടാവും. ഇച്ഛാശക്തിന്റെ ലോകം നമ്മുടെ കൂടെ നിൽക്കും. ഇന്ന് ലോകം കൂടെ നിൽക്കുന്ന ആരെ കൂടെയാണ്? ഇച്ഛാശക്തി ഉള്ള ആളുകളുടെ കൂടെയാണ് ലോകം. അങ്ങനെയാണ് നിൽക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഫലസ്തീനിലെ ആളുകളുടെ ഇച്ഛാശക്തിയുടെ പ്രേരകം ഖുർആനാണെന്ന് ആര് മനസ്സിലാക്കി? പടിഞ്ഞാറ് മനസ്സിലാക്കി. ഇപ്പൊ വെടിനിർത്തൽ ചർച്ച ഇന്നലെ നടക്കാനുള്ള കാരണം എന്താണ്? നടക്കാനുള്ള കാരണം അമേരിക്കയിലും ഫ്രാൻസിലും ബ്രിട്ടനിലെയും എല്ലാ വിദ്യാർത്ഥികളും തെരുവിലാണ്. പടിഞ്ഞാറിന്ന് സൂര്യൻ ഉദിക്കുക എന്ന് പറഞ്ഞതൊക്കെയാണ്. അന്ത്യനാളിന് അടയാളമായിട്ട് പറയും പടിഞ്ഞാറിന്ന് നല്ലതുണ്ടാവുക എന്നാണ് അതിന്റെ ഒരു അർത്ഥം. എന്ന് പറഞ്ഞാൽ ഇത് പടിഞ്ഞാറിൽ നിങ്ങൾ ഈ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി. അതോടെ അമേരിക്ക കൈറോയിലേക്ക് ഓടി വെടിനിർത്തൽ കരാർ ചർച്ചക്ക് പോവാൻ. അവ ഈ നിശ്ചയദാർഢ്യത്തിന് അവർ അതിന്റെ പ്രചോദനമായി മനസ്സിലാക്കിയത് ഖുർആനാണ്. അങ്ങനെ ഖുർആൻ ബുക്ക് ക്ലബ്ബ് എന്ന് പറഞ്ഞ ലോകത്തെ വലിയൊരു ക്ലബ്ബുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഈ ക്ലബിൽ ജോയിൻ ചെയ്ത ആളുകൾ 30 മില്യൺ ആളുകളാണ്. 30 മില്യൺ മുസ്ലിങ്ങളല്ലാത്ത ആള് ഖുർആൻ പഠിക്കാൻ ജോയിൻ ചെയ്തത് ഗസയിലെ ആളുകളുടെ നിശ്ചയദാർഢ്യം കണ്ടിട്ടാണ്. ലോകം നിശ്ചയദാർഢ്യത്തിന്റെ കൂടെയാണ് നിൽക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിശ്ചയദാർഢ്യം എന്ന് പറയുന്നത് നമുക്ക് വളരെ വലുത്. ഏറ്റവും ചെറിയ കാര്യം ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ കേരളത്തിലെ ഏറ്റവും വലിയ പ്രഭാഷകനായിരുന്നല്ലോ സുകുമാർ അഴീക്കോട്. അത് സുകുമാർ അഴീക്കോട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ആദ്യത്തെ 1-2 പ്രഭാഷണം മുഴുവനാക്കാൻ കഴിയാതെ കാല് കുഴഞ്ഞ് നിലത്ത് ഇരുന്നു. ഇപ്പൊ ലോകത്ത് പിന്നീട് സാഗരഗർജനം എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയാം. സാഗരഗർജനം എന്ന് പറഞ്ഞാൽ അലതഞ്ച് വരുന്ന മനുഷ്യ സഞ്ചയത്തെ പിടിച്ചിരുത്താൻ കഴിവുള്ള വാക്ചാതുരി അദ്ദേഹത്തിനുണ്ട്. എന്ന് പറഞ്ഞാൽ കാല് കുഴഞ്ഞിരുന്നു പോയ മനുഷ്യൻ ലോകത്തിന്റെ ഒന്നും വേണ്ട, കേരളത്തിലെ ഏറ്റവും വലിയ പ്രഭാഷകനായി.
ഇതെല്ലാവർക്കും അങ്ങനെ തന്നെ. ലോകത്ത് നമ്മളൊരു പ്രഭാഷകനാവാൻ നമ്മൾ തുനിഞ്ഞാൽ പിന്നെ നമ്മൾ പ്ലാൻ ചെയ്യണം. പ്രഭാഷകൻ എങ്ങനെ ആവണം? പ്രഭാഷകനാണ് കണ്ടന്റ് വേണം. കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ കണ്ടന്റ് ഇല്ലാതെ ഈ ഉമ്മത്ത് അതിജയിക്കൂല. കണ്ടന്റ് കൂടിയ സമുദായമാണ് മുസ്ലിം സമുദായം. അത് ഉണ്ടാക്കാൻ എന്തൊക്കെ പ്ലാന് വേണം നമുക്ക്? നമ്മൾ ഇന്ന് സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് നമ്മള് ആദ്യം 2-3 ആളുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങളെ ചില പ്രഭാഷകന്മാരായതിന്റെ പിന്നിൽ അവരുടെ സഹപാഠികളുടെ സപ്പോർട്ട് ഉണ്ടാവും, അധ്യാപകരുടെ സപ്പോർട്ട് ഉണ്ടാവും, ചില ആളുകൾ കളിയാക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്തിരുന്ന ആളുകൾ ഉണ്ടാവും. എന്നാലും തളരാതെ എന്ത് ചെയ്യും? നിങ്ങളാല് ബീതോവനാണല്ലോ മ്യൂസിക് ഉണ്ടാക്കിയത്. പക്ഷെ ബീതോവൻ എന്തില്ല? ചെവിയില്ല. സംഗീതം ലോകത്ത് ആവിഷ്കരിച്ച ആൾക്ക് ചെവിയില്ല, സംഗീതം കേൾക്കാൻ പറ്റില്ല. നിങ്ങൾ ഗ്രാംബെൽ എന്ന് പറയുന്ന ഫോൺ കണ്ടുപിടിച്ച ആൾ ആദ്യം ഫോൺ വിളിക്കുന്നത് ആർക്കാണ്? ഭാര്യക്കാണ്. ഭാര്യ ജന്മന ചെവി കേൾക്കാത്ത ആളാണ്. ഫോണിന്റെ ആവശ്യമില്ല. തനിക്ക് എപ്പോഴെങ്കിലും വിളിക്കേണ്ട ആൾക്ക് എന്തില്ല? ചെവി കേൾക്കില്ല. എന്നിട്ട് ലോകത്ത് ഫോൺ കണ്ടുപിടിച്ച ആളാണ്. ലോകത്തെ ചലിക്കുന്ന തിയറി കണ്ടുപിടിച്ച സ്റ്റീഫൻ ഹോക്കിംഗ് ആണ്. ഇവിടെ ചലിക്കൂല. സ്റ്റീഫൻ ഹോക്കിംഗ് വീൽ ചെയറിലാണ്, ചലിക്കില്ല. നിങ്ങൾ അപ്പൊ ഇതൊക്കെ അവരുടെ ആവശ്യത്തിനാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും കണ്ടുപിടിക്കൂലല്ലോ. ഇല്ല. വിധോവന് കേൾക്കാനാണെങ്കിൽ മ്യൂസിക് ഇല്ല. അപ്പൊ ഈ കണ്ടുപിടുത്തങ്ങൾ അവരുടെ സാധ്യതകളെ, അവരുടെ പരിമിതികളെ സാധ്യതകളാക്കി മാറ്റാൻ അവർക്ക് സാധിച്ചു. അതുകൊണ്ട് നമ്മുടെ പരിമിതികളെ മറികടക്കാൻ എന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അന്ന് നമുക്ക് ഏറ്റവും പൊട്ടൻഷ്യൽ ഉള്ള ഒരു റൈറ്റർ ആവാം, ഒരു പ്രഭാഷകനാവാം, അതുപോലെ തന്നെ പിന്നെ അവതാരകനാവാം. പ്രഭാഷകൻ ഇന്നിപ്പോ അവതാരകർക്കാണ് കൂടുതൽ സാധ്യതയുള്ളൂ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ധ്രുവ് ധാത്രി എന്ന് പറയുന്ന ആളുടെ വീഡിയോസിന് എത്രയാണ്? 12 മണിക്കൂർ കൊണ്ട് 1 മില്യൺ 10 മില്യൺ എന്ന് പറഞ്ഞാൽ 1 കോടി വ്യൂവേഴ്സ് ആണ്. അദ്ദേഹം ഒരു അവതാരകനാണ്, പ്രഭാഷകനാണ്. കാര്യങ്ങൾ എന്ത് ചെയ്യും? പ്രസന്റ് ചെയ്യും, വൃത്തിയിൽ പ്രസന്റ് ചെയ്യും. ഇതും വളരെ പ്രധാനപ്പെട്ട സാധ്യതയാണ്. ഒരു 10 ആളുടെ മുന്നിൽ ടോക്കറ്റീവ് ആവുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. നിന്ന് സംസാരിക്കാൻ കഴിയുക. പ്രഭാഷകനാവാൻ എല്ലാവരും കഴിഞ്ഞില്ല, ഇത് പ്രത്യേകം കഴിയും. നമുക്ക് സംസാരിക്കാനുള്ള കപ്പാസിറ്റി നേടിയെടുക്കുക. നമ്മൾ ഏത് മേഖലയിലാണോ സംസാരിക്കുന്നത് അതിനാവശ്യമായ എക്യുപ്മെന്റ്സ് നമ്മളെ കയ്യിലുണ്ട് നമ്മൾ ഉറപ്പുവരുത്തുക. ഞാൻ ഏറ്റവും മനോഹരമായ ഒരു അനുശോചന പ്രസംഗം കേട്ടത് ഖാലിദ് മുശലിന്റെ അനുശോചന പ്രസംഗമാണ്. അബ്ദുൽ അസീസ് സൂഫി എന്ന് പറഞ്ഞ ഖത്തറിലെ ഏറ്റവും പ്രഗത്ഭനായ കാരി അദ്ദേഹം മരണപ്പെട്ടു. ആ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഖാലിദ് മുശലും ഇസ്മായിൽ ഹനിയയും ഖത്തറിലെ വീട്ടിലേക്ക് വരികയാണ്. അപ്പൊ ഈ വയസ്സായ മനുഷ്യനെ ഓടി വന്നിട്ട്, ഇദ്ദേഹം കാരിയാണ്, അബ്ദുൾ റഷീദ് സൂഫി, അദ്ദേഹം പ്രസിദ്ധനായ കാരിയാണ്, ഖത്തറിലെ കാരിയാണ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ഇവരെ ആലിംഗനം ചെയ്തു, നെറ്റിയിലും തുരുതുരാ ചുംബിച്ചു. എന്നിട്ട് ഗസയിൽ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഗസക്കാരെ വിശേഷങ്ങൾ ചോദിക്കാൻ. എന്റെ മകൻ മരിച്ചിട്ട് ആശ്വസിപ്പിക്കാൻ വന്ന ആളുകളാണ് ഇവരെന്നുള്ള കാര്യം ആര് മറന്നു? ഈ മനുഷ്യൻ പറഞ്ഞു. എന്നിട്ട് ഖാലിദ് മിശൽ അദ്ദേഹത്തിന്റെ പുറത്തിങ്ങനെ തടവിയിട്ട് പറയാം, നിങ്ങൾ ഞങ്ങളെ കാര്യത്തിൽ ബേജാറാവണ്ട, ഞങ്ങൾ എന്താണ് വെൽ എക്യുപ്പൈഡ് ആണ്. നിങ്ങൾക്കൊരു ബേജാറുണ്ടാവും, കാരണം ഞങ്ങൾക്ക് ബേജാറില്ല. മൂസ അലൈഹി ഇസ്ലാമിനോട് ഖദർ പറഞ്ഞാണ്, എനിക്ക് കാരണം ഖുബറുണ്ട്, അനുഭവമുണ്ട്, നിനക്ക് എന്തില്ല? അനുഭവമില്ല. അനുഭവജ്ഞാനമുള്ള ഒരാൾ ചെയ്യുന്നത് അനുഭവജ്ഞാനമില്ലാത്ത ഒരാൾക്ക് ബേജാറുണ്ടാക്കും. അത് ബേജാറുണ്ടാകും, അത് സ്വാഭാവികമാണ്. കാരണം അനുഭവജ്ഞാനം. എന്നിട്ട് പറയാം, ഇന്നകലൻ തസ്തതിയ മഅയ സബറ. ഇത് ഖാലിദ് മുസലി മനുഷ്യനോട് പറയാം, ഇതിന് ഇങ്ങനെ ഒരു അർത്ഥമുണ്ട്. നമുക്ക് അപ്പോഴാണ് മനസ്സിൽ, നിങ്ങൾക്കൊരിക്കലും ഇത് സഹിക്കാൻ പറ്റില്ല. ആള് ബോംബിടും മരിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമുണ്ടാവും. ഞങ്ങൾ എന്ന് പറയുന്നത് ഇത് നേരത്തെ അനുഭവത്തിലൂടെ ആർജിച്ചെടുത്തൊരു വിജ്ഞാനമാണ്, അനുഭവത്തിലൂടെ ആർജിച്ചെടുത്ത വിജ്ഞാനം. അതുകൊണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമന്ത്രിയാണല്ലോ ഇസ്മായിൽ ഹനിയ. ഈ മനുഷ്യന്റെ ഔന്നിത്യവും ഞങ്ങളുടെ കൂട്ടത്തിൽ 6 വയസ്സുകാരിയായ ഒരു കുട്ടിയുടെ ഔന്നിത്യം ഒരേമാതിരിയാണ്. ട്രെയിൻഡ്. കാരണം 6 വയസ്സായ കുട്ടി ഭക്ഷണത്തിന് ക്യൂ നിൽക്കുമ്പോൾ റൊട്ടി തീർന്നു എന്ന് പറഞ്ഞാൽ ആ കുട്ടി 3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് അപ്പുറത്തെ കുട്ടിയുടെ റൊട്ടിയുടെ പാത്രത്തിന് കൈയിട്ട് വാരില്ല, ആ കുട്ടി ആ പാത്രം മടക്കി പോകും. ഈ കുട്ടിയുടെ ഔന്നിത്യവും പ്രധാനമന്ത്രിയായ ഇസ്മായിൽ ഹനിയയുടെ ഔന്നിത്യവും ഒരേപോലെയാണ്. അതാണ് ഖുബർ എന്ന് പറഞ്ഞത്. അതാണ് ഖുബർ എന്ന് പറഞ്ഞത്. അലാ ഇന്ന സിൽഅത്തല്ലാഹി ഹിയൽ ഗാലിയ അലാ ഇന്ന സിൽഅത്തല്ലാഹി ഹിയൽ ജന്ന. അനുശോചന പ്രസംഗം കഴിഞ്ഞു.
ഈ രണ്ടായത്തും ഒരു ഹദീസും അതിൻ്റെ ഇടയിൽ കുറച്ച് വർത്താനം. ഈ ആയത്തൊക്കെ അപ്പം ഇറങ്ങിയതാണ് നമുക്ക് തോന്നും, അപ്പം ഇങ്ങോട്ട് ഇറങ്ങിയതാണ് ഈ ആയത്ത് നമുക്ക് തോന്നുകയാണ്. നിങ്ങൾ ആലോചിച്ചു. അപ്പൊ യഥാർത്ഥത്തിൽ നമുക്ക് ഈ മനുഷ്യരുടെ നിശ്ചയദാർഢ്യം എന്ന് പറയുന്നത് ആ പ്രതിസന്ധികൾ അതിജയിക്കാനുള്ളതാണ്. ഈ നിശ്ചയദാർഢ്യം നമുക്ക് വലിയ മെസ്സേജ് ഉണ്ട്. ഏത് ചെറിയ കാര്യത്തിനാണെങ്കിലും നമ്മുടെ നിശ്ചയദാർഢ്യം നമ്മൾ പ്രകടിപ്പിക്കുക. ആ നിശ്ചയദാർഢ്യം പ്രകടിപ്പിച്ചാൽ റബ്ബിന്റെ തൗഫീഖ് എന്തായാലും ഉണ്ടാവും. റബ്ബ് സഹായിക്കും. സഹായിച്ചത് അങ്ങനെയാണ്, ബദറിൽ സഹായിച്ചത് അങ്ങനെയാണ്. എല്ലാ വേളയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സഹായിച്ചത് ചോദിച്ചു വാങ്ങിയതാണ്. ചോദിച്ചു വാങ്ങിയ അള്ളാഹ്ക്ക് അത് ബോധ്യപ്പെട്ടിട്ടാണ് സഹായിക്കുക. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് ചെറിയൊരു വസിയത്ത് ചെയ്യാനുള്ളത്, ഞാനിതുപോലെ ഒരു ഇസ്ലാമിയ കോളേജിൽ പഠിച്ച ആളാണ്. എനിക്കറിയാം 1, 2, 3 വർഷത്തിൽ ഞാൻ ഒരൊറ്റ സ്റ്റേജിലും വന്നിട്ടില്ല. വസിക്കാൻ കഴിയില്ല. സമാജമുള്ള ദിവസം ലീവ് വാങ്ങാനാണ് ഞാൻ പരമാവധി ശ്രദ്ധിക്കുക. മുർഷിദിന്റെ അടുത്ത് പോകും, എന്തെങ്കിലും ഒരു കല്യാണം എന്തെങ്കിലും അന്ന് ഉണ്ടായെങ്കിൽ എന്ന് പ്രാർത്ഥിക്കും, കിട്ടിയാൽ ഭാഗ്യം. ഇങ്ങനെയാണ്. അങ്ങനെ പോകുമ്പോൾ ആളുകൾ ആ മുർഷിദ് അയാൾ നോട്ട് ചെയ്യും. എല്ലാ സമാജത്തിലും ലീവിന് വരുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ എന്താണ് അതിന്റെ കാരണം എന്നവർ പഠിക്കും. അങ്ങനെ ആളുകള് ഞാൻ എഴുതി തരാം, നീ പ്രസംഗിച്ചു, എഴുതി തരാം. അങ്ങനെ എഴുതി പ്രസംഗിക്കും. നോക്കിയാണ് പ്രസംഗിക്കാതെ. എനിക്കിപ്പോ ഒരു വലിയൊരു കോൺഫിഡൻസിന് എത്ര വലിയ ആളുടെ മുന്നിലും പ്രസംഗിക്കാൻ കഴിയും. പറയണ പൊട്ടത്തരാണ് എന്തായാലും പ്രസംഗിക്കാൻ കഴിയും എന്നൊരു കോൺഫിഡൻസ് ഉള്ളത് എന്താണ്? എഴുതി ഇങ്ങനെ തന്നെയാണ് പഠിക്കുക. കാണാതെ പഠിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞുള്ളത്. ഞങ്ങൾക്ക് കുറച്ചുകൂടി കൂവത്ത് ഇതാക്കിയിട്ടുണ്ടാവും, ഓർമ്മശക്തി ഉണ്ടാവും. ഹാഫിളുകളാവുമ്പോൾ കൂടുതൽ ഓർമ്മശക്തി കൂടും. അതൊക്കെ നിങ്ങൾ ഉപയോഗിക്കുകയാണ് വേണ്ടത്. നമ്മൾ ഏറ്റവും വേഗത്തിൽ അടിച്ചു പോകുന്ന ഓർമ്മശക്തി ഹാഫിളുകളുടെ ആയിരിക്കും. ഏറ്റവും വേഗത്തിൽ ഗ്രാസ്പ് ചെയ്യുന്ന ഓർമ്മശക്തി ആർക്കായിരിക്കും? ഹാഫിദ്. ഇത് രണ്ടും ആര് പറഞ്ഞതാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെട്ടെന്ന് എന്താ ഉപയോഗിക്കഴിഞ്ഞാൽ പോവണ മെമ്മറി പവർ ആർക്കാണ്? ഹാഫിദ്. ഏറ്റവും കൂടുതൽ ഗ്രാസ്പ് ചെയ്യാനുള്ള ഇത് നമ്മൾ ഓരോ കാര്യം, ഡേറ്റ്, കാര്യം, ആക്യുറസി വിവരങ്ങളിൽ വളരെ പ്രധാനമാണ്. ഞാൻ പറയുന്ന വിവരത്തിന് ആക്യുറേറ്റ് ആവുക, സെർച്ച് ചെയ്യണം. ഞാൻ പറഞ്ഞതാണ് ശരിയാണോ നിങ്ങൾ പരിശോധിക്കണം. നിങ്ങൾ പറഞ്ഞത് ശരിയാണോ എന്ന് ഞാൻ എന്ത് ചെയ്യണം? പരിശോധിക്കും. ഇതിന് ഇസ്ലാമിൽ തഹ്രീജ് എന്ന് പറയും. ഹദീസൊക്കെ 5 ലക്ഷം മനുഷ്യരുടെ ബയോഗ്രഫിയാണ് മുസ്ലിം ലോകം നേടിയിരിക്കും. 5 ലക്ഷം ബയോഗ്രഫി നേടിയെടുക്കാൻ പടിഞ്ഞാറിന് 19 നൂറ്റാണ്ട് കാത്തിരിക്കേണ്ടി വന്നു. 5 ലക്ഷം മനുഷ്യരുടെ എന്തിനാണ്? ഇൽമുർ റിജാൽ എന്ന് പറയുന്നത് ആക്യുറസി ചെക്ക് ചെയ്യാൻ. ഇത്ര ആക്യുറസി ചെക്ക്, ഇത്ര കൃത്യത വിജ്ഞാനത്തിന്റെ കാര്യത്തിൽ ചെക്ക് ചെയ്ത ലോകത്തൊരു വിജ്ഞാന മണ്ഡലം ഇല്ല. നമുക്ക് 2 വിജ്ഞാനങ്ങളാണുള്ളത്, ഇൽമുൻ കസബി, ഇൽമുൻ വഹബി. ഇൽമുൻ കസബി എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രെയിൻഡായ എഡ്യൂക്കേഷൻ. മറ്റൊന്ന് നുബുവത്തിന്റെ ജ്ഞാനമാണ്. നുബുവത്തിന്റെ ജ്ഞാനം സംരക്ഷിക്കാൻ വേണ്ടി മുസ്ലിം ഉമ്മത്ത് ചെയ്ത ഖിദ്മത്തിന്റെ ഭാഗമായി അവർ നടത്തിയതാണ് ഇൽമുൻ കസബി. അത് സംരക്ഷിക്കാൻ വേണ്ടി നേടിയ വിജ്ഞാനം സമുദ്രശാസ്ത്രം, അത് സംരക്ഷിക്കാൻ വേണ്ടി നേടിയ വിജ്ഞാനമാണ് വൈദ്യശാസ്ത്രം. ഇതൊക്കെ പറയുന്നത് ഈ കോർവ നമുക്കുണ്ടാവുകയും ആ വിജ്ഞാനത്തിലേക്ക് നമ്മൾ കൊടുക്കുക, ആ വിജ്ഞാനത്തിന്റെ ആക്യുറസി, കൃത്യത ബോധ്യപ്പെടാനുള്ള ശ്രമം നമ്മൾ നടത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ അറിയാം, നമ്മളൊന്ന് 3 നേരം ഭക്ഷണം കഴിക്കുന്നവരാണ്. ഒരു ദിവസം ഒലീവ് കായ ഭക്ഷണമായാൽ അൽഹംദുലില്ലാ എന്ന് 1000 തവണ സ്തുതിക്കുന്ന 40 ലക്ഷം ഈ ഉമ്മത്തിലെ സഹോദരന്മാരുണ്ട് ഗസയിൽ. 40 ലക്ഷം മനുഷ്യർ. ഒരു ഒലീവ് കായ കിട്ടിയാൽ അൽഹംദുലില്ലാ എന്ന് പറയാം. നമ്മൾ ഐസ്ക്രീം കഴിക്കുമ്പോഴാണ് അൽഹംദുലില്ലാ പറയാ. വ്യത്യാസമുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച്, ഇത്രയും അനുഗ്രഹം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തിട്ട് ആ പരിശ്രമം നമ്മൾ എന്തായാലും 2 കാര്യങ്ങൾ ചെയ്താൽ എല്ലാ പ്രതിസന്ധി അല്ലാഹ് പരിഹരിക്കും എന്ന് സൂറത്തുൽ കഹ്ഫിൽ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം അതാണ്. വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമു വഖാലു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർളി ലൻ നദഉ മിൻ ദൂനിഹി ലഖദ് ഖുൽനാ ഇദൻ ശതത വറബത്നാ അലാ ഖുലൂബിഹിം. 2 കാര്യം. എഴുന്നേറ്റ് നിൽക്കാനുള്ള ധൈര്യം നമ്മൾ പ്രകടിപ്പിക്കുക. ഏത് കാര്യത്തിലായാലും. രണ്ടാമത് പറയാനുള്ളത് പറയാം. ഇത് കാലും പറയാനുള്ളത് പറയാം. ഇത് 2ഉം ചെയ്താൽ ആര് സഹായിക്കും? അല്ല. സഹായിക്കാൻ ചിലപ്പോൾ കാലമൊക്കെ ഉണ്ടാവും, കുറെ കാലങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ സഹായിക്കാനുള്ള മാനദണ്ഡമാണ് സ്വന്തം എഴുന്നേറ്റ് നിൽക്കാനുള്ള ഇച്ഛാശക്തി നിങ്ങൾ പ്രകടിപ്പിക്കുക. പറയാനുള്ള ആർജവും നിങ്ങൾ എന്ത് ചെയ്യാം? പ്രകടിപ്പിക്കുക.
അപ്പൊ നമ്മൾ പ്രഭാഷണാലി എഴുത്തായാലും അവതരണമായാലും അതുപോലെ ടോക്ക് സംഭാഷണമായാലും പുസ്തകം വായിക്കുന്ന ആളുകളുണ്ട്. പുസ്തകം വായിച്ച ആളുകൾ എനിക്കറിയാം, പല ആളുകളും പുസ്തകം കുത്തിയിരുന്ന് വായിക്കുന്ന ആളുകൾ. ഇന്ന് ആ റീഡിങ് കുറഞ്ഞിട്ടുണ്ട്, ഈ റീഡിങ്ങിലേക്ക് പോയിട്ടുണ്ട് ആളുകൾ. പക്ഷെ റീഡിങ്ങിൽ ഏറ്റവും നല്ല റീഡിങ് ഏതാണ്? പുസ്തകം തന്നെയാണ്. നമ്മൾ സദ്യ നൂഡിൽസും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവും. മറ്റതും വിശപ്പ് എന്ത് ചെയ്യും, വിശപ്പ് പരിഹരിക്കും, പക്ഷെ അതിന്റെ ടേസ്റ്റിൽ എന്തുണ്ടാവും വ്യത്യാസങ്ങൾ. ആ വ്യത്യാസങ്ങൾ അതുകൊണ്ട് പുസ്തകം വായിക്കുക, സംഭാഷണങ്ങൾ നടത്തുക, ഇന്റർവ്യൂകൾ വായിക്കുക, ആളുകളുടെ സംസാരങ്ങൾ കേൾക്കുക, ആ സംസാരങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, അതിലെ വിവരങ്ങൾ നമ്മൾ കോട്ട് ചെയ്യുക. ഇതൊക്കെ ധാരാളം സാധ്യതകളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ജഗന്യന്താവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാൻ പ്രതിജ്ഞയെടുത്ത് ഈ സ്ഥാപനത്തിലേക്ക് ജോയിൻ ചെയ്തവരാണ് നമ്മൾ. അതിനുവേണ്ടി നമുക്ക് ആവശ്യമായ എല്ലാ കഴിവുകളും നമ്മൾ നേടിയെടുക്കണം. നേടിയെടുക്കുന്ന കഴിവുകളിൽ നമുക്ക് വ്യക്തമായൊരു പ്ലാൻ നമുക്കുണ്ടാവണം. ആ പ്ലാനിങ്ങിലൂടെ മാത്രമാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. ആ സഞ്ചരിച്ചാൽ നമുക്ക് വലിയ വലിയ പ്രഭാഷകരാവാം. നിങ്ങളാലൊക്കെ അഹമ്മദ് ദീദാത്ത് എന്ന് പറയുന്ന ആളെ കേട്ടിട്ടുണ്ടാവും. അഹമ്മദ് ദീദാത്ത് ഷാക്കിർ നായികിന്റെ ഉസ്താദാണ്. അഹമ്മദ് ദീദാത്ത് എന്ന് പറയും. അഹമ്മദ് ദീദാത്ത് കച്ചവടക്കാരൻ. മുസ്ലിം പണ്ഡിതന്മാരിൽ 5000 പണ്ഡിതന്മാരെ ക്രോഡീകരിച്ചിട്ടുണ്ട്. 5000 പണ്ഡിതന്മാരിൽ 4200 പണ്ഡിതന്മാരും കച്ചവടക്കാരാണ്. എന്നാൽ 800 പണ്ഡിതന്മാർ മാത്രമേ മുസ്ലിം ലോകത്ത് കച്ചവടക്കാരില്ലാത്തുള്ളൂ. അവ കച്ചവടക്കാരായ ആൾ, ഇദ്ദേഹം ഒരു കച്ചവടക്കാരനാണ്. ഇദ്ദേഹം ചർച്ചിന്റെ അടുത്താണ് അദ്ദേഹത്തിന്റെ കച്ചവടം ഉണ്ടായിരുന്നു. പാതിരിമാര് വരും, ആ പാതിരിമാര് വന്നിട്ട് ഇസ്ലാമിനെ ആക്ഷേപിച്ച് സംസാരിക്കും. മുസ്ലിമായ ഇദ്ദേഹത്തോട് കുറെ ചോദ്യം ചോദിക്കും. ഇതിനകത്ത് ഒരു ഉത്തരവില്ല. അങ്ങനെ ഇദ്ദേഹം മാനസികമായി ചടച്ചുപോയി, കോൺഫിഡൻസ് ചോർന്നു. മുസ്ലിമായി ജീവിക്കുന്നതിൽ അഹമ്മദ് ദീദാത്ത് അപകർഷതാബോധം ഉണ്ടായി. കാരണം മുസ്ലിമായി ജീവിക്കാൻ അയാൾക്കൊരു കുറച്ചിലായിപ്പോയി. ഒരു ചോദ്യത്തിന് ഉത്തരമില്ല. ഇവർ പരിഹസിക്കുന്ന പരിഹാസങ്ങൾ മുഴുവൻ കേട്ടിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി അദ്ദേഹം തന്റെ കച്ചവട സ്ഥാപനത്തിന്റെ പൈസ കൂട്ടിയിട്ട് അത് അട്ടിക്ക് വെച്ച് കൊണ്ട് വീട്ടിലേക്ക് കൊടുത്തിട്ട് ആ പൈസയുടെ ബാഗ് വന്ന് വീഴുന്നത് ഒരു പുസ്തകത്തിന്റെ മുകളിലാണ്. ആ പുസ്തകം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെയും ക്രിസ്ത്യാനിറ്റിയെയും കമ്പയർ ചെയ്യുന്ന ഒരു പുസ്തകമാണ്. വീട്ടിൽ കുറെ കാലമായിട്ട് പുസ്തകമുണ്ട്. അഹമ്മദ് ദീദാത്ത് കച്ചവടക്കാരനെ തുറന്നു നോക്കിയില്ല. ആ പൈസ എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ആ പുസ്തകം അദ്ദേഹം ശ്രദ്ധിക്കണേ. ആ പുസ്തകം വായിച്ചു. ബൈബിൾ മുഴുവൻ മനപ്പാടാക്കി, ഖുർആൻ മുഴുവൻ ഹിഫ്ളാക്കി. അതുപോലെ തന്നെ അഹമ്മദ് ദീദാത്ത് നിങ്ങൾ ഒരു ഖുർആൻ ആയത്ത്, ഒരു ഹദീസും അദ്ദേഹം നോക്കി പറയില്ല. ഒരു ബൈബിളിന്റെ ശകലവും അദ്ദേഹം, ആ കഴിവാണ് സാക്കിർ നായിക്കിനുള്ളത്. യഥാർത്ഥത്തിൽ ആ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ഒരാവശ്യമാണ്. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏറ്റവും കൂടുതൽ യുക്തിവാദികൾ മുസ്ലിം സമൂഹത്തിലാണ്. നാസ്തികർ എവിടെയുള്ളത്? മുസ്ലിം സമുദായത്തിലാണ്. ഇന്ന് ക്യാമ്പസിലൊക്കെ, പുറത്തുള്ള ക്യാമ്പസിൽ നിങ്ങൾ പോയി നോക്കിയാൽ ഇസ്ലാമിനെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന പ്രവണത കൂടുതലാണ്. അതിലേറ്റവും കൂടുതൽ ആരാണ്? മുസ്ലിം ചെറുപ്പക്കാർ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ നാട്ടിൽ. പർദ്ദ ധരിച്ചു പോകുന്ന കുട്ടികളുടെ വീട്ടിൽ നിന്നൊക്കെ വലിയ വലിയ ഇമാമുമാരെ മക്കളായിരിക്കും, പർദ്ദയൊക്കെ ധരിച്ചു പോകും. പക്ഷേ ഈ പർദ്ദ അഴിച്ചു വെക്കാനുള്ള ഷെൽഫ് ഉണ്ട് അവിടെ. ക്യാമ്പസിന്റെ ഉള്ളിലേക്ക് പർദ്ദ ഇല്ലാതെയാണ് അവർ കിടക്കുക. പർദ്ദ 100 കണക്കിന് ഈ മഞ്ചേരി നിന്നും മലപ്പുറത്തു നിന്നും വരുന്ന മുസ്ലിം വിദ്യാർത്ഥിനികൾ പർദ്ദ അഴിച്ചിട്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. പർദ്ദ അഴിച്ചു വെക്കാനുള്ള ഷെൽഫ് ഒരു സംഘടന ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. എവിടെ? തിരുവനന്തപുരത്തല്ല, കോട്ടയത്തല്ല, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ഇത് ഉപയോഗിക്കുന്ന ആളുകൾ നമ്മുടെ കുട്ടികളുണ്ട്, ധാരാളം ആളുകളുണ്ട്. നിങ്ങൾ അവിടെ പോയി ബസ് ഇറങ്ങിയിട്ട് ഇങ്ങനെ വെറുതെ നിന്നാ മതി. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ധാരാളം ക്യാമ്പസ്. മതനിരാസത്തിലേക്ക് ആളുകൾ പോവാൻ. ഇത് ഏതെങ്കിലും ഒരു സംഘടനയുടെ പ്രശ്നമല്ല, ഈ ഉമ്മത്ത് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. നാസ്തികരിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ മതത്തെക്കുറിച്ചുള്ള അപകർഷതാബോധം ആളുകൾ ഉണ്ടാവുന്നു. പ്രത്യേകിച്ച് പെൺകുട്ടികൾ, ലെസ്ബിയൻ, ഗേ, LGBT എന്നൊക്കെ പറയുന്ന ഏറ്റവും കൂടുതൽ മുസ്ലിം കമ്മ്യൂണിറ്റി ഇല്ലേ ഉണ്ട്. കേരളത്തിൽ അറിയപ്പെട്ട ലെസ്ബിയൻ, ഗേ വിവാഹങ്ങളൊക്കെ നടക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിലാണ്. അപ്പൊ ഇത് വളരെ വർദ്ധിച്ചു വരും. ഇതിലൊക്കെ രാഷ്ട്രീയവും സാമൂഹികമായ ഒരുപാട് മാനങ്ങളുണ്ട്. ഞാൻ അതിലേക്കല്ല വിശദീകരിക്കുന്നത്. ഈ ഉമ്മത്തിലെ ചെറുപ്പക്കാർ, ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുള്ള സമുദായം ആരാണ്?
അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ മുസ്ലിങ്ങളാണ്. അതിൻ്റെ ദോഷവും നമുക്കുണ്ട്, അതിൻ്റെ ഗുണവും നമുക്കുണ്ട്. ഈ കഴിഞ്ഞ റമദാനിലൊക്കെ എല്ലാ പള്ളിയിലും ഖിയാമുൽ ലൈൽ, ഞാൻ അധിക ദിവസം പോയിരുന്ന ഇബ്രാഹിം മസ്ജിദിലായിരുന്നു. എത്ര ചെറുപ്പക്കാരാണ്. നമ്മൾ എന്തൊക്കെ കുറ്റം പറഞ്ഞാൽ ചെറുപ്പക്കാർ എല്ലായിടത്തും അധികം. അതേസമയം മറ്റു ഭാഗത്തും ചെറുപ്പക്കാരുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് കൂടുതൽ ചെറുപ്പക്കാരുണ്ടായത് എന്തായാലും രണ്ടു ഭാഗത്തും ഉണ്ടാവുന്നതാണ്. ലഹരി, നാർക്കോട്ടിക്, ടർഫുകൾ കേന്ദ്രീകരിച്ച് നാർക്കോട്ടിക് ജിഹാദൊന്നും ഇല്ലെങ്കിൽ നാർക്കോട്ടിക് ബിസിനസ് ഇവിടെ നടക്കുന്നുണ്ട്. അതേപോലെ എല്ലാം നിങ്ങൾ എടുത്തു നോക്കിയാൽ ഇതിൽ ഏറ്റവും കൂടുതൽ മുൻപന്തി നിൽക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ആളുകളാണ്. ഒരുപാട് ഈ ആളുകളെ സംസ്കരിക്കുകയും ദീനിന്റെ യഥാർത്ഥ വഴിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യാന്നുള്ള ഭാരിച്ച ഉത്തരവാദിത്വം നമുക്കുണ്ട്. കാരണം ഓരോ കാലത്തും വെല്ലുവിളി കൂടുകയാണ് ചെയ്യുക, കുറയില്ല. ഈ ഇസ്ലാമിന്റെ ചരിത്രത്തിലെ പ്രയാണം നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ വെല്ലുവിളി കുറഞ്ഞിട്ട് നിങ്ങൾക്ക് ജീവിക്കാമെന്ന് വിചാരിക്കുന്നത് അന്ത്യനാൾ അടുക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അന്ത്യനാൾ അടുത്തിട്ട് വെല്ലുവിളി അതിനെ നേരിടാൻ നമ്മൾ എക്യുപ്പൈഡ് ആവുക. അതാണ് നിങ്ങൾ എന്ത് ചെയ്യാ, എക്യുപ്പൈഡ് ആവുക. പേനായുധമാണ്, റീഡിംഗ് ആയുധമാണ്, എല്ലാ ആയുധങ്ങളും ആയുധമാണ്. എല്ലാം നമുക്ക് ആയുധങ്ങളായി ഉപയോഗിക്കാം. ആ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വെല്ലുവിളികളെ അഭിമുഖീകരിക്കാൻ നമ്മൾ തയ്യാറ്. ഈ രണ്ട് കാര്യവും ഏത് സമയത്തും മാർജവത്തോടുകൂടി എഴുന്നേറ്റ് പറയാൻ നമുക്ക് സാധിക്കുക. അതിനാവശ്യമായ ഫാക്കൽറ്റി നിങ്ങളുടെ സ്ഥാപനത്തിലുണ്ട്. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് അതിനുവേണ്ടിയുള്ള ദീനി വിജ്ഞാന ഗ്രന്ഥങ്ങൾ ഇവിടെയുണ്ട്. അതിനുള്ള പ്രാക്ടീസ് ഉണ്ട്. 3-4 ഭാഷകളിലും ഇവിടെ സമാജം നടക്കുന്നുണ്ട്. 3-4 ഭാഷകളിൽ കുട്ടികൾക്ക് സംസാരം ട്രെയിനിങ് ഇവിടെ നടത്തുന്നുണ്ട്. അതുപോലെ ചുമർ പത്രങ്ങൾ ഇറങ്ങുന്നുണ്ട്. പല കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു. ഇതൊക്കെ നടത്തുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ജ്ഞാനം, നിങ്ങളുടെ USB, നിങ്ങളുടെ ജ്ഞാനത്തിന്റെ കൊട്ടയിൽ നിന്ന് ഇത് പ്രസരിപ്പിക്കാൻ വേണ്ടിയാണ്. ആ പ്രസരിപ്പിക്കാനുള്ള ഏതെങ്കിലും ഒരു വഴി. എല്ലാവരും പ്രഭാഷകരാവില്ല, എല്ലാവരും എഴുത്തുകാരാവില്ല. പക്ഷെ ഏതെങ്കിലും ഒരു കഴിവ്, ഇന്ന സഴിയക്കും ലശദ്ധ, അത് അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ്. ഒരു കഴിവില്ലാത്ത ഒരാളെയും ഭൂമിയിലേക്ക് അള്ളാഹ് അയച്ചിട്ടില്ല. പക്ഷെ ഏതാണ് എൻ്റെ കഴിവ് എന്ന് കണ്ടെത്തൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണ്. നമ്മുടെ പിൻഭാഗം ഞരങ്ങി ജീവിക്കുന്ന അനേകം മനുഷ്യ സ്റ്റാൻഡിലുണ്ട്. ഒരു മനുഷ്യനും ആത്മഹത്യ ചെയ്യില്ല. കണ്ണ് കാണാത്തതിന്റെ പേരിൽ ലോകത്തൊരു അന്ധനും ആത്മഹത്യ ചെയ്തിട്ടില്ല. കാലില്ലാത്തതിന്റെ പേരിൽ ഒരു വികലാംഗനായ ഒരു മനുഷ്യനും ആത്മഹത്യ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ കൈയില്ലാത്തതിന്റെ പേരിൽ ഒരാൾ ആത്മഹത്യ ചെയ്തിട്ടില്ല. ചെവി കേൾക്കാത്തതിന്റെ പേരിൽ ലോകത്ത് ഒരാളും ആത്മഹത്യ ചെയ്തിട്ടില്ല. കാരണം അവർക്ക് അവരുടെ കഴിവ് ഏതാണെന്ന് അവർക്കറിയാം. ഇന്ന സഴിയക്കും ലശദ്ധ, അത് അള്ളാഹു കൊടുത്ത നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. നമുക്കും ഇതേപോലെ കഴിവുണ്ട്. ഏറ്റവും നല്ല പ്രഭാഷകനാവാം, അവതാരകനാവാം, എഴുത്തുകാരനാവാം, അതുപോലെ തന്നെ സംഘാടകനാവാം, ഓർഗനൈസർ ആവാം, കോർഡിനേറ്റർ ആവാം. ഇതൊക്കെ നമുക്ക് തന്ന കഴിവാണ്. ഈ കഴിവ് ഇവിടെ നിന്ന് നേടിയെടുക്കുന്ന അങ്ങനെയാവുമ്പോഴാണ് ഇതൊരു സമ്പൂർണ്ണ പാഠശാലയാവുന്നത്. അതിനുവേണ്ടി ജാഗ്രതയോടുകൂടി നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന നിങ്ങളുടെ അധ്യാപകരെ പരമാവധി നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ജഗന്യന്താവ് അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ വീഴ്ചകൾ അല്ലാഹു പുറത്തും മാപ്പാക്കി തരുമാറാവട്ടെ. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم انصر إخواننا المستضعفين والمجاهدين والمسلمين في غزة وفي كل مكان اللهم عجل بنصرهم يا قوي يا قهار اللهم دمر اليهود وأعوانهم اللهم فرق جمعهم وزلزل قدامهم اللهم ربنا تقبل دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم مع عبادك الصالحين وجندك الغالبين وصل على النبي المصطفى وآله وأصحابه أجمعين وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.